Already he has got 3 or 4 house trespassing crimes. Oh my God. അതായത് അയാൾക്ക് മാഡത്തിന്റെ കോൺടാക്ട്സ് ആക്സസ് ചെയ്യാം, ഫോട്ടോ ആക്സസ് ചെയ്യാം, ഗാലറി ആക്സസ് ചെയ്യാം, ലൊക്കേഷൻ ആക്സസ് ചെയ്യാം, അതായത് എവിടെയൊക്കെ പോകുന്നുണ്ടല്ലോ ആക്സസ് ചെയ്യാം. ഇത് ഫിസിക്കൽ വേൾഡിൽ ഒരാൾ ചെയ്യില്ല. 112 കോൾ എന്ന് പറഞ്ഞാൽ എനി പേഴ്സൺ ക്യാൻ കോൾ ഇൻ 112. 112 എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് പണ്ടത്തെ 100 നമ്പർ ഉണ്ട്, അതിന് പകരം 112 ആണ്. 112 എന്ന് പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. സ്ട്രേറ്റ് അവേ ദ കോൾ ഈസ് ഗോയിങ് ടു ഹെഡ് ക്വാർട്ടേഴ്സ്. 100% ഇൻഫർമേഷൻ ഇത് അറിയാതെ ഇപ്പോഴും നാട്ടുകാരുണ്ട്. ഇപ്പോൾ 112 കോൾ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കുറച്ചൊരു മിസ്ബിഹേവ് കുറച്ച് ഡ്രങ്കൻ സ്റ്റൈലിൽ കണ്ടുകൊണ്ട് അതൊരു വീടിന്റെ പരിസരത്ത് മിസ്ബിഹേവ് ചെയ്യുന്ന ഇൻഫർമേഷൻ പോലീസ് തന്നെ അവർ ചെന്ന് നൈറ്റിൽ ചെന്ന ആളെ കണ്ടു, പേര് ചോദിക്കുമ്പോൾ പറയില്ല, ഒന്നും പറയുന്നില്ല. നേരെ ഫോൺ എടുക്കുന്നു, ആപ്പുണ്ട്, ആ ആപ്പിൽ വെച്ചിട്ട് ആൾ റീഡ് ചെയ്യുന്നു. ആ ഫേസ് സിങ്കർണൈസേഷൻ ഏത് അറിയോ? ഡാറ്റാബേസുമായിട്ട്. ഈ ഡാറ്റാബേസ് എന്ന് പറയുന്നത് സ്റ്റേറ്റിലുള്ള പലതരത്തിലുള്ള ക്രൈംസും, സ്റ്റേറ്റ് മറ്റില്ല ICGS ഉണ്ട്, അതായത് ഈവൻ നാഷണൽ ലെവൽ സ്റ്റേറ്റ് ലെവൽ എല്ലാവരുടെയും ആ ക്രൈം ഡാറ്റയിൽ നിന്ന് ഇയാളെ ഒരു 4 ഫേസുമായിട്ട് സിങ്കർണൈസേഷൻ 88%, 87%, 85%, 83%. ശരാശരി എനിക്ക് തോന്നുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എല്ലാം ചെയ്യണമെങ്കിൽ ഒരു 12 മുതൽ 14 മണിക്കൂർ ജോലി ചെയ്യണം എന്നാണ് പല സ്റ്റഡീസും പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പലപ്പോഴും ചില ഘട്ടങ്ങളിൽ ഒരു എന്താ പറയുക കൈവിട്ട് പോവാം, കൺട്രോൾ പോവാം. എന്നാൽ ഞങ്ങൾ മാറി മാറി പറയുന്നത് ആ സിറ്റുവേഷനിലും പോകാൻ പാടില്ല. ബിക്കോസ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആള് doesn't want to know whether I have slept the previous night or not. I love wearing uniform. If I get an opportunity to be born again, I would like to be born as Ajita Begum IPS. നിങ്ങളുടെ ലോകം പ്രകാശപൂരിതമാക്കാൻ ഇനി അസാസ് LED ലൈറ്റ്സ്. വീട്ടിലേക്കും ഓഫീസിലേക്കും ഇനി ദ കംപ്ലീറ്റ് ലൈറ്റിംഗ് സൊല്യൂഷൻസ്. അസാസ് എന്നാൽ ക്വാളിറ്റിയാണ്. അപ്പൊ ഇനി മറക്കണ്ട, അസാസിലേക്ക് പോവാം. നമസ്കാരം. മനസ്സ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിൽ കൂടി കൊണ്ടുപോകുന്നത്, അത് പലതരത്തിലുള്ള വ്യക്തിത്വങ്ങളുമായിട്ട് നമ്മൾ പങ്കുവെക്കുകയാണ്. ചില എപ്പിസോഡുകളിൽ നമ്മൾ ഡോക്ടേഴ്സിനോട് സംസാരിച്ചു, ഇന്നിതാ പോലീസിനോടാണ് സംസാരിക്കുന്നത്. പോലീസ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കുട്ടിക്കാലത്ത്, എൻ്റെ ഓർമ്മയിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കുട്ടികൾ പാല് കുടിച്ചില്ലെങ്കിൽ പോലീസിനെ വിളിക്കുന്നു പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്താൽ പോലീസിനെ വിളിക്കുന്നു പറയും. അപ്പോൾ പോലീസ് എന്ന് പറയുന്ന പണ്ടുള്ളവർക്ക് എന്തോ ഒരു പേടിക്കേണ്ട ഒരു കൂട്ടരാണെന്നുള്ളൊരു തോന്നൽ നമ്മുടെ സൊസൈറ്റി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്, അവർ നമ്മളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയാണ്. അപ്പോൾ പോലീസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനത് വിശദീകരിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ നമ്മളെ സംരക്ഷിക്കേണ്ടവർ, അതുപോലെ തന്നെ ക്രമസമാധാനം നിലനിർത്തേണ്ടവർ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓടി വിളിക്കാൻ പറ്റുന്നവർ, ഏറ്റവും നെക്സ്റ്റ് കാര്യം നമ്മളൊരു പ്രശ്നം ഉണ്ടായാൽ ആദ്യം വിളിക്കുക പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെയൊക്കെ പോലീസിനെ വേണം. പക്ഷെ എന്നാലും പോലീസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പേടി ഇപ്പോഴും സാധാരണക്കാരുടെ ഇടയിലുണ്ട്. ഏതായാലും ഇവിടെ ഇരിക്കുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള ഓഫീസേഴ്സാണ്. ഈ ഓഫീസേഴ്സിനെ എല്ലാവരെയും നിങ്ങൾ മലയാളികൾക്ക് അറിയാം. മോനേന്ദ്രൻ സാറാണെങ്കിൽ കേരളത്തിലെ ഒരുപാട് വലിയ വലിയ പ്രമാദമായിട്ടുള്ള കൊലക്കേസുകളും കവർച്ച കേസുകളും വിവാദമുണ്ടാക്കിയിട്ടുള്ള ഞാൻ എടുത്തു പറയുന്നില്ല, പല കേസുകളും കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ആലപ്പുഴയുടെ ജില്ലാ പോലീസ് മേധാവിയാണ്. പിന്നെ അജിത ബീഗം മാഡം എന്ന് പറയുന്ന ഈ സുന്ദരമുഖം ട്രിവാൻഡ്രം DIG ആണ്, റേഞ്ച് DIG ആണ്. വളരെ സൗമ്യമായ മുഖം, പക്ഷെ വളരെ കൃത്യമായിട്ട് ഫോഴ്സിനകത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്ന് ഞാൻ പേഴ്സണലിയും കൂടി അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. അജിത ബീഗം മാഡത്തിന്റെ ഹസ്ബൻഡ് കൂടിയാണ് ഡോക്ടർ സതീഷ് ബിനോ എന്ന് പറയുന്ന എറണാകുളം റേഞ്ച് DIG. അതുപോലെ ഹരിശങ്കർ സാറ് തൃശ്ശൂർ റേഞ്ച് DIG ആണ്. അപ്പോൾ ഈ 4 പേരും എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്, എല്ലാവരും യങ്സ്റ്റേഴ്സ് ആണ്. മോനേന്ദ്രൻ സാർ നോക്കുന്നുണ്ട് അത് പറയുന്നത്, പക്ഷെ കണ്ടിട്ട് പറയുന്നില്ല സാർ. അപ്പോ അപ്പൊ ഇത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മലയാളികളുടെ അടുത്ത് ഇവരൊക്കെ ആരാണ് ഈ ഏറ്റവും ബെസ്റ്റ് അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് ബിഫോർ റിട്ടയർമെന്റ്. എനിവേസ് താങ്ക് യു, അത് നല്ല, എനിക്കും സന്തോഷമായി ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ഇവരുടെയൊക്കെ സാധാരണ മനുഷ്യരാണ്. ഇവരൊക്കെ നമ്മളെപ്പോലെ തന്നെ ഫീലിങ്സും എല്ലാ തരത്തിലുള്ള എന്താ പറയുക, നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ അതിൽ കുറച്ചുകൂടി അനലിറ്റിക്കൽ പവർ അവർക്ക് കൂടുതലുണ്ടാവും. അത് മാത്രമല്ല, ഒരു കാര്യത്തിനെ എങ്ങനെ എത്രയും പെട്ടെന്ന് നടത്തിയെടുക്കാമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അവരുടെയൊക്കെ പേരിൻ്റെ പുറകിൽ IPS എന്ന് പറയുന്ന ഒരു അക്ഷരങ്ങൾ നമ്മൾ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. അവർ എങ്ങനെയാണ് അവരുടെ ജീവിതവും പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും മാനേജ് ചെയ്യുന്നത് നമുക്ക് ചോദിച്ചറിയാം. ഇത് വളരെ ഇൻഫോർമൽ ആയിട്ടുള്ളൊരു ചാറ്റാണ് കേട്ടോ.
ഒന്നും ഒഫീഷ്യൽ വലിയ ഗൗരവമായിട്ടുള്ള ഒന്നും ഇപ്പം ഞാൻ ചോദിക്കുന്നില്ല. അതിന് മറ്റൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം എന്തായാലും ഒരു കാര്യം വെളിച്ചത്തായി. മോഹനചന്ദ്രൻ സാറ് റിട്ടയർ ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ച സാറ് നിങ്ങളെപ്പോലെ തന്നെ ചെറുപ്പക്കാരനാണെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ആദ്യം ലേഡീസ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മാഡത്തിൻ്റെ അടുത്ത് തുടങ്ങാനാണ് വിചാരിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുകയാണ് ഇപ്പോൾ ആ സ്ഥാനം. സത്യം പറഞ്ഞാൽ ഇത്ര വർഷത്തെ സർവീസാണ്, അതായത് 30 വർഷത്തെയോ സാറിന്? 30 വർഷം സ്റ്റേറ്റ് പോലീസിലും 5 വർഷം സെൻട്രൽ പോലീസിലും. 35 ഇയേഴ്സ്. സെൻട്രൽ പോലീസിൽ ഞാൻ 90-ൽ ഞാൻ CRPF സബ് ഇൻസ്പെക്ടറായി ജോയിൻ ചെയ്തതാണ്. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് 95-ൽ പിന്നെ സ്റ്റേറ്റ് പോലീസിൽ PSC റിക്രൂട്ട്മെന്റ് നടന്നപ്പോൾ ഇവിടെ ഡയറക്ടർ സബ് ഇൻസ്പെക്ടറായി. അതിനുശേഷം ഇപ്പോൾ 25-ല് April 20th 30 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഒരു സമയമാണ്. ഇപ്പൊ എന്താ തോന്നുന്നത് ആഫ്റ്റർ ദീസ് മെനി ഇയേഴ്സ് ഈ ഒരു ജോലി ചെയ്തിട്ട്? ഈ പോലീസിലേക്ക് സാറ് വന്നത് ഇഷ്ടപ്പെട്ട് വന്ന, CRPF-ൽ വന്നു, അതായത് ഒരു ഫോഴ്സിലേക്ക് വരിക എന്ന് പറയുന്നത് ആദ്യം മുതലേ ആഗ്രഹിച്ചു വന്നാണോ? ഞാനൊരു സോൾജിയറും മകനാണ്. ഒരു ലോവർ മിഡിൽ ക്ലാസ്, ഒരു ഓർഡിനറി ഫാമിലിയിൽ നിന്ന്. 5 പേരാണ് മക്കള്. ഞങ്ങൾ 5 പേര്. ഞാൻ ഐ ആം ദ യങ്ങസ്റ്റ്. അത് ഒരു 7 വയസ്സാകുമ്പോഴത്തേന് അച്ഛൻ മരിച്ചു വരുന്നു. അപ്പോൾ അന്ന് അച്ഛൻ ആർമിയിലായിരുന്നു. അത് കഴിഞ്ഞ് മൂത്ത സിസ്റ്ററാണ്. സിസ്റ്റർ ആർമിയിലെ മിനിസ്ട്രി സ്റ്റാഫിലായിരുന്നു. ബ്രദർ അഗെയിൻ ആർമിയിലായിരുന്നു, രണ്ടാമത്തെ ബ്രദർ. പിന്നൊരു ബ്രദറുണ്ട് എയർഫോഴ്സിലായിരുന്നു. പിന്നെ ഒരു സിസ്റ്റർ, വർക്കിംഗ് ഇൻ എ സ്കൂളിലാണ്, ടീച്ചറാണ്. അങ്ങനെയാണ് ഞാൻ പോലീസിലേക്ക് വന്നത്. അങ്ങനെയാണ് എൻ്റെ പോലീസ്. അങ്ങനെ ഒരു ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ആ ഒരു ഇത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ എക്സാംസ് ഒക്കെ ട്രൈ ചെയ്യുമല്ലോ. അതിനിടയ്ക്ക് ഇതേമാതിരി ഒരു സിവിൽ സർവീസ് ഒരു ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 പ്രാവശ്യം എഴുതി നോക്കി. 87 ഡിഗ്രി കഴിഞ്ഞു. 88, 89 അറ്റംപ്റ്റ് ചെയ്തു. 2 പ്രിലിമിനറി എഴുതിയപ്പോൾ മനസ്സിലായി ഇറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് മനസ്സിലായി. അല്ല, ദിസ് ഈസ് എ കൺഫേർഡ് വൺ. അല്ല ആയിക്കോട്ടെ, ഓക്കെ. ആവുന്നില്ലല്ലോ സാർ, എല്ലാവരെയും കൺഫർ ചെയ്യുന്നില്ലല്ലോ IPS. കൺഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, അതിനുള്ള ക്വാളിറ്റി, അതിനുള്ള നിങ്ങൾക്ക് അതിനുള്ള സ്കിൽ ഉണ്ട് എന്ന് മനസ്സിലായിട്ടാണല്ലോ. അല്ല ഓക്കെ. അല്ല ഞാൻ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറയാത് അന്ന് പരീക്ഷ എഴുതി. പക്ഷെ അതിൽ എനിക്ക് കിട്ടിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എക്സാം എഴുതിയപ്പോൾ കുറച്ച് മറ്റ് എക്സാംസ് ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി ഒരു 6-7 എനിക്ക് പോസ്റ്റിംഗ് വേറെ കിട്ടിയിട്ടുണ്ട്. ഇലക്ട്രിസിറ്റിയിൽ എന്നൊരു കേഷ്യർ എന്നുള്ള പോസ്റ്റ് ഉണ്ടായിരുന്നു. കമ്പൈൻഡ് ഡിഫൻസ് സർവീസിൽ ഞാൻ 2 പ്രാവശ്യം ഇന്റർവ്യൂവിന് പോയതായിരുന്നു. പക്ഷെ ഒരു ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ LIC-യിൽ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷനിലെ ഒരു ഡെവലപ്മെന്റ് ഓഫീസേഴ്സിന്റെ ടെസ്റ്റാണ്. 2 പ്രാവശ്യം ചെയ്തു. 2 പ്രാവശ്യം ചെയ്ത് 2 പ്രാവശ്യം ഇന്റർവ്യൂവിൽ പോയി. 3rd പ്രാവശ്യം വന്നപ്പോൾ അയാളോട് ചോദിച്ചു, ദിസ് ഈസ് ഹൗ മെനി അറ്റംപ്റ്റ്സ് യു ഹാവ് മേഡ് എന്ന് ചോദിച്ചു. ദിസ് ഈസ് മൈ 3rd അറ്റംപ്റ്റ് എന്നാണ്. അപ്പോൾ അവരെ കഴിവെന്താ അറിയോ, അന്ന് ഇതേ അവരുടെ കരിയർ ഗൈഡൻസ് ഒന്നുമില്ല. നമുക്ക് ഈ സൈക്കോളജിക്കലി പറഞ്ഞ രീതിയിലുള്ള ഒരു നമ്മളെ എന്താ പറയുക, നമ്മൾ കുറച്ച് ഏതെങ്കിലും അഡ്വൈസ് കിട്ടാനൊന്നും ചാൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ കപ്പാസിറ്റി ഹൂ എം ഐ എന്നൊരു ഐഡന്റിഫിക്കേഷൻ ഉണ്ടല്ലോ. ആ ഹൂ എം ഐ എന്നൊരു ഐഡന്റിഫിക്കേഷൻ അന്നും അത്ര വലിയ ചാൻസ് ഇല്ലാത്തൊരു പീരീഡ് തോന്നുന്നു. നോർമലി നിലമ്പൂർ മലപ്പുറം ഏരിയയിലുള്ള ഒരു സ്ഥലത്തായിരുന്നു. ആ ഇന്റർവ്യൂ എന്നോട് ചെയർമാൻ പറഞ്ഞു, യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദിസ് വൺ and never appear before this board for another time. എന്നിട്ട് വേറൊരു സജഷൻ കൂടി പറഞ്ഞു, you go for a forced life if I find something. മനസ്സിലായി, ഫോഴ്സ് ആണ് ഇദ്ദേഹത്തിന് പറ്റിയത്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു അദ്ദേഹം ആളാന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ നമ്മളെ അമിതാഭ് ബച്ചൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചെന്നപ്പോ അമിതാഭ് ബച്ചന്റെ ശബ്ദം നന്നല്ല എന്ന് പറഞ്ഞിട്ട് പുറത്താക്കിയത് അത്രേ. പക്ഷെ നമ്മൾ അമിതാഭ് ബച്ചന്റെ ഇപ്പൊ ശബ്ദം പൊക്കവും ആ സ്റ്റൈലുമാണ് നമുക്കിപ്പോ ഏറ്റവും അധികം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാറിനെ അവിടുന്ന് ഡിസ്ക്വാളിഫൈ ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഓഫീസറിനെ കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് സാറ് പോലീസിലേക്ക് വന്നതെന്ന് പറഞ്ഞു. ഏതായാലും അത് കഴിഞ്ഞ് അതിനിടയ്ക്കാണ് നമ്മുടെ മമ്മൂട്ടിന്റെ CBI ഡയറിക്കുറിപ്പ് ക്ലിക്ക് ആവണത്. അപ്പൊ അങ്ങനെ ഒരു എയ്സ് ഇൻവെസ്റ്റിഗേഷൻ ദൈവമേ, പ്രേക്ഷകരെ മനസ്സിലാക്കണം കേട്ടോ, നമ്മുടെ പോലീസ് ഫോഴ്സിൽ പോലും ഇത്തരത്തിലുള്ള ഇമേജറീസ് എത്ര ഉണ്ടാവും. ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും നമ്മൾ ചില ഇപ്പൊ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞപ്പോ അടുത്തൊരു ഫിലിം ഇടുന്നു, റോന്തോ അപ്പൊ നൈറ്റ് പെട്രോൾ ഒരു പോലീസ് ഓഫീസേഴ്സ് ചെയ്യുന്നത്. അത് വെച്ച് നമുക്ക് നമ്മുടെ മെന്നിനെയും മറ്റും നോക്കാം, അവർ ചെയ്യുന്ന ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഒക്കെ പലതരത്തിലുള്ള ആക്ച്വലി നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാവും. ലേറ്റസ്റ്റ് അങ്ങനത്തെ പല അഡ്വാൻറ്റേജസ് ഉണ്ടാവില്ലേ. അങ്ങനെ ഒരു ഇതിൽ കയറി അപ്പം നോക്കുമ്പോഴാണ് CBI അന്ന് എക്സാം നടത്തുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആയിരുന്നത്. അത് ഇൻസ്പെക്ടേഴ്സ് ടു CBI. അതിന്റെ കൂടെ കുറച്ച് CPOs ഉണ്ട്, സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻസ്. അതാണ് ഈ CASF, CRPF, ITBP, BSF എന്ന് പറയുന്ന സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇതിലേക്കെല്ലാം സബ് ഇൻസ്പെക്ടേഴ്സിലും മറ്റേതിൽ ഇൻസ്പെക്ടറുമാണ്. ഫസ്റ്റ് ക്ലിക്ക് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ ഇഷ്ടം CBI ആയിരുന്നു. സെക്കൻഡിൽ എന്തിനാണ് ടിക്ക് ചെയ്തത് പോലും എനിക്ക് ഓർമ്മയില്ല.
റിസൾട്ട് വന്നപ്പോഴാണ് കണ്ടെന്ന് മറ്റേ ഓൾ സ്റ്റേറ്റ് നാഷണൽ ലെവലിലാണ് 12 വേക്കൻസീസോ 15 വേക്കൻസീസ് എന്തോ CBI ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഐ സ്കോർഡ് അറൗണ്ട് 42 or 44 എന്തായിരുന്നു പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് CRPF നോ കിട്ടിയത്. വണ്ടർ അല്ലേ. അപ്പൊ ഉള്ളിൽ ആ ഇൻവെസ്റ്റിഗേറ്റീവ് സ്പിരിറ്റ് മനസ്സിലുള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു അതിലേക്ക് ഓപ്റ്റ് ചെയ്യാനും കാരണം അതിലേക്ക് എത്തിയത്. അപ്പൊ അൾട്ടിമേറ്റ്ലി അതിൽ എത്തേണ്ട ആള് തന്നെയാണ് എന്നുള്ളതാണ് അതിന്റെ സത്യം അല്ലേ. ഡെസ്റ്റിനി. ഡെസ്റ്റിനിയാണ്. ട്രെയിനിങ്ങിൽ ഡമ്മിയൊക്കെ ഇട്ട് നോക്കിയായിരുന്നോ? അത് മാത്രമേ ചെയ്യാത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ സാർ, ഇപ്പൊ ഇത്രയും പറഞ്ഞോണ്ടാ സാർ ഇങ്ങനെ ഞാൻ ഈ എനിക്കൊരു ബാങ്ക് കോഴിക്കോടിലെ മറ്റെന്താ ചേലമ്പ്ര കേസ് ഏതൊക്കെയോ കേസുകൾ എന്റെ പത്രത്തിൽ വായിച്ച ഓർമ്മയെന്ന് ഞാൻ പറയണേ. അങ്ങനെ കുറെ കേസുകളൊക്കെ സാറ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഇതേപോലെ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഏതെങ്കിലും എലമെന്റ് നിങ്ങൾ കേസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ടോ? അങ്ങനെ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ്. സിനിമാറ്റിക്കിനെക്കാട്ടിലും കൂടുതലാണ്. ഔ, സിനിമാറ്റിക്കിൽ എന്നാ വേണ്ട, ശരി സിനിമ വിട്ടേക്ക് സാർ. സാറിന്റെ അതിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്ന് ഇപ്പൊ പ്രേക്ഷകർക്കായിട്ട് പങ്കുവെക്കാമോ? കഴിഞ്ഞു പോയ കേസ് ക്ലോസ് ചെയ്ത ഏതെങ്കിലും ഓർമ്മയുണ്ടോ സാറിന്? അങ്ങനെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ബുദ്ധിമുട്ടി പുറത്തു കൊണ്ടുവന്ന ഒരു സാധനം. ഒരുപാട് വലിയതായിരിക്കും കേസുകളൊക്കെ, പക്ഷെ എന്നാലും സാറിന് പെട്ടെന്ന് ഓർമ്മയിൽ പറയാൻ ഒരു കേസ് ഏതെങ്കിലും ആലോചിക്കുകയാണ് ഏത് പറയാം. അല്ല അങ്ങനെയാണ്. അല്ല ശരിയാണത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. പ്രത്യേകിച്ച് അന്ന് ഈ നോർത്തിലൊക്കെ ഇൻവെസ്റ്റിഗേഷന് പോകുമ്പോൾ ഇന്നുള്ള അത്രമാത്രം സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ലോജിസ്റ്റിക് സപ്പോർട്ട്സോ മറ്റൊന്നും നമുക്ക് അങ്ങനൊന്നും കിട്ടാറില്ല. ഇപ്പോഴൊക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഈവൻ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വരെ സസ്പെൻഡൊക്കെ കിട്ടുന്നുണ്ട്. അന്നൊന്നും കൊടുക്കാൻ പറ്റാത്ത സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു. അന്നൊരു ബൈക്കിൻ്റെ മുകളിൽ ഒരു പ്രതിയെ കൊണ്ടുപോകുന്നതുമായിട്ടുള്ള കുറേ ഇഷ്യൂസും മറ്റേ ഇവിടുന്ന് ഒരു മർഡർ കഴിഞ്ഞിട്ട് അത് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ വെച്ചൊരു മർഡർ കഴിഞ്ഞൊരു പ്രതി പോയതായിരുന്നു. ആക്ച്വലി അറ്റ് ദ ടൈം ഓഫ് ദി ഒക്കേഷൻ ഓഫ് ദി ഒക്കറൻസ് ഓഫ് ദ ക്രൈം വാസ് നോട്ട് ദെയർ. അതിന് മുമ്പ് സംഭവിച്ചൊരു കാര്യമായിരുന്നു. എന്നിട്ട് മൊറാദാബാദ് പോയിട്ടാണ് ആൾ പിടിച്ചത്. പിടിച്ചപ്പോൾ ടീമുണ്ട്, എൻ്റെ കൂടെ 2-3 പോലീസ് ഓഫീസേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു കോടതിക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു വെഹിക്കിളില്ല. എന്നിട്ട് ആ പോകുന്ന പോലീസുകാരൻ ഉപയോഗിക്കുന്ന ബൈക്ക് നടുവിൽ പ്രതിനെ എടുത്തിട്ട് ബാക്കിൽ ഞാൻ നോക്കുമ്പോൾ 3 പോലീസുകാരും ഞാനും ഉണ്ട്. ആ ബാറ്റ് ഇവൻ ചാടുന്ന എനിക്ക് ഉറപ്പാണ്. ഞാൻ വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് ചാടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ബാക്കിലിരുന്നു. ട്രിപ്പിൾ റൈഡിങ് നടത്തി അവിടെ കൊണ്ടുപോയി കോടതി കൊണ്ടുപോയി പ്രൊഡ്യൂസ് ചെയ്ത് വന്നു. അപ്പോഴേക്കും അന്ന് അവിടെയൊക്കെ ആ സ്ഥലം അവിടെയൊക്കെ ഈ കാർട്സേ ഉള്ളൂ. കുതിര ഓടിക്കുന്ന വണ്ടികൾ, മറ്റേ ഈവൻ ഓട്ടോറിക്ഷ പോലും അവൈലബിൾ. അങ്ങനെ നോക്കുമ്പോൾ കേരളം മച്ച് ബെറ്റർ അല്ലേ? അല്ല ഇപ്പൊ അവിടുത്തെ ഇറ്റ് വാസ് ഇൻ 90 അതൊരു 97 98 ഒക്കെ. അപ്പൊ ഒരുപാട് മാറ്റം വന്നു. ഈ ലൈഫിന് റിസ്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിട്ടുണ്ടോ? അതായത് അതല്ല ഇപ്പൊ ലാസ്റ്റ് മാവോയിസ്റ്റ് ഫയറിംഗ് ഇത് ഒരു പ്രാവശ്യം ഫയറിംഗ് കഴിഞ്ഞു. ആ ബോഡിനെ ഇൻക്വസ്റ്റ് ചെയ്ത് അത് ഞാൻ മാത്രമല്ല ഈവൻ ന്യൂലി അവിടുത്തെ കളക്ടേഴ്സ് അവരൊക്കെ ഉണ്ട്. നമ്മുടെ ശിവപ്രസാദ് ആക്ച്വലി when the inquest was being conducted when the inquest was being conducted we were fired upon. ആ സമയത്ത് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സിലെ ആൾക്ക് മനസ്സിലാവും ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താന്ന്. കാരണം ഇത് ടാർഗറ്റ് കുറയ്ക്കുക എന്നതാണ് ഉദ്ദേശം. അപ്പൊ ഡൗൺ എന്ന് പറഞ്ഞാൽ കൊള്ളയുടെ ചാൻസ് വരും. സിവിലിയൻസ് കൂടെ ആകുമ്പോൾ ഡോക്ടേഴ്സും മറ്റും അവർ പറഞ്ഞാലും മനസ്സിലാവില്ല. അവർ നമ്മൾ കിടന്നാൽ പോരാ, അവരെ പുള്ളിയാണ് പോലീസിന്റെ ലാംഗ്വേജ് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല എന്നല്ലേ ബാക്കിയുള്ള ഒഫീഷ്യൽസിനും പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ പാരലൽ ഇതൊക്കെ എല്ലാം ഈ പാരലൽ ട്രജക്ടറി പാരലാണല്ലോ തോക്ക് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അതങ്ങനെ ആകുമ്പോൾ ഡൗൺ ആയി കഴിഞ്ഞാൽ കുറേ നമുക്ക് ഈ ഇതിൻ്റെ ഫയറിൻ്റെ അപകടത്തിന് രക്ഷപ്പെടാം. പക്ഷെ അവിടുന്ന് പറഞ്ഞാൽ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലുള്ളവരെ നമ്മൾ പുള്ളി ചെയ്യാതെ അവർക്ക് മനസ്സിലാവുന്നില്ല. അതാണ് അങ്ങനത്തെ സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു ഫയറിംഗ്. ഇത് പറഞ്ഞപ്പോഴാണ് ഈ മാവോയിസ്റ്റിന്റെ കാര്യം അറ്റാക്കിനെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്ന അജിത മാം വയനാട് SP ആയിരുന്ന സമയത്ത് എനിക്ക് പേഴ്സണലായിട്ട് പലപ്പോഴും ഇടപെടേണ്ട, വേറെ പേടിപ്പിടുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, നല്ല നല്ല കാര്യങ്ങളിലാണ് ഇടപെടേണ്ട അവസരം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് മാഡത്തിന്റെ മകൻ, ഇപ്പൊ 2 കുട്ടികളുണ്ട്, അന്ന് മകൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഞാനിത് ഓപ്പണായിട്ട് പറഞ്ഞിട്ട് കുഴപ്പമില്ലല്ലോ അല്ലേ, ഒരു പ്രോഗ്രാമിന് മാഡം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അന്ന് മോനും ഉണ്ട്, സതീഷ് സാർ അവിടെ ഇല്ല. അന്ന് സാർ എവിടെയാണ്? ട്രിവാൻഡ്രത്താണ്. ഒരു ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 9:30-10 മണിയായി കാണും. അന്ന് വയനാട്ടിൽ ഈ പറഞ്ഞതുപോലെ മാവോയിസ്റ്റിന്റെ ഇഷ്യൂസ് പലയിടത്തായിട്ടുള്ള ഒരു സമയമാണ്. എപ്പോഴും തണ്ടർബോൾട്ട് പല റോഡുകളിലും നമ്മൾ കാണും. ആ സമയത്ത് മാഡം ഒരു 9:30-10 മണിയായിട്ട് പ്രോഗ്രാമിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഫോൺ വരുന്നത്. അപ്പോൾ ആസ് ദി ഡയറക്ടർ ഓഫ് ദി ഷോ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ദൈവമേ, 2 തരത്തിലായിരുന്നു ചിന്ത പോയത്. ഈ ഓഫീസർക്ക് ഒരു സ്വസ്ഥമായിട്ടൊരു പ്രോഗ്രാം കാണാനുള്ള അവസ്ഥ ഇല്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. 2 ഞാൻ ആലോചിച്ചു, ഇവർക്ക് ഈ ഫോൺ വന്ന് ഈ കുട്ടീനെ ഇവര് എന്ത് ചെയ്യും? അന്ന് മോൻ ചെറുതാ, അർഹാൻ അല്ലേ. പറഞ്ഞ പോലെ തന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് ഓഫീസർ അടുത്ത് വന്ന് മാഡത്തിനോട് പറഞ്ഞു,
ഇങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന്. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ നിന്ന നിപ്പിൽ എഴുന്നേക്കുന്നു. എനിക്ക് തോന്നുന്നു യൂണിഫോമിലൊന്നും അല്ലല്ലോ, പ്രോഗ്രാം കാണാൻ വന്നതാണ്. പെട്ടെന്ന് എഴുന്നേക്കുന്നു, എന്നോട് പറയുന്നു ഐ ഹാവ് ടു ഗോ, ഇപ്പം തന്നെ പോകണം. അപ്പോൾ 10 മണി ആയിട്ടുണ്ട്, ഇവരാരും ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്നിട്ട് മാഡം അപ്പം തന്നെ പോകാൻ തീർച്ചപ്പെടുത്തുന്നു. ലക്കിലി ഞങ്ങളൊരു ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്, എൻ്റർടൈൻമെൻറ്റ്. ഈ മ്യൂസിക്കൽ നൈറ്റാണ്. ഈ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല. പിന്നെ അവിടെ ഞാൻ കണ്ടത് അജിത ബീഗം IPS എന്ന് പറയുന്ന പോലീസ് ഓഫീസറിനെ അല്ല, അജിത ബീഗം എന്ന അമ്മയാണ്. 4 വയസ്സിൽ ഈ ചിണുങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മോന് ഭക്ഷണം കൊടുത്തിട്ട് ഈ മാവോയിസ്റ്റുകളുടെ കാര്യത്തിനായിട്ട് വാളാടോ ഏതോ ഒരു തിരുനെല്ലിയുടെ അപ്പുറത്തൊരു സ്ഥലത്തേക്ക് പോകണം. രാത്രി 10 മണിക്കാണ്. ഓഫ് കോഴ്സ് കൂടെ കോപ്പുണ്ട്, കൂടെ ഒഫീഷ്യൽസ് ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ മോൻ്റെ കാര്യങ്ങൾ നോക്കണം, നമ്മുടെ സൊസൈറ്റിയുടെ കാര്യങ്ങൾ നോക്കണം. ഇത് രണ്ടും കൂടിയുള്ള ഒരു ടഗ് ഓഫ് ഫയർ ഞാൻ അന്ന് ആ മുഖത്ത് കണ്ടു. അന്ന് കുഞ്ഞിന് ഭക്ഷണം കൊടുത്തിട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് കേശവേന്ദ്രകുമാർ IAS അദ്ദേഹമായിരുന്നു വയനാടിൻ്റെ കളക്ടർ. അദ്ദേഹത്തിൻ്റെ ഭാര്യ അർച്ചനയെ മോനെ ഏൽപ്പിച്ചിട്ട് മാഡം തണ്ടർബോൾട്ടിൻ്റെ കൂടെ പോലീസ് ആൾക്കാരെയും കൂട്ടിയിട്ട് ഒഫീഷ്യൽസിനെയും കൂട്ടിയിട്ട് പോവുക ചെയ്ത്. സോ ദാറ്റ് ഇസ് ലൈഫ്. എനിക്കിവിടെ പറയാനുള്ളത്, ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും ഇതേപോലെയുള്ള കാര്യങ്ങളിലെ കൂടി ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ആ ഹ്യൂമൻ ഫേസ് എന്ന് പറയുന്നതാണ്. മാം പറയൂ, ഈ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് ഒക്കേഷൻസ്, ഞാൻ ഒരു ഒക്കേഷനെ കണ്ടിട്ടുള്ളൂ, ഇതുപോലെ ഒരുപാട് ഒക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. ശരിക്കും എങ്ങനെ ഇത് ബാലൻസ് ചെയ്യുന്നത്? എസ്പെഷ്യലി ആസ് എ ലേഡി ഓഫീസർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ പറഞ്ഞാൽ നമുക്കൊരു നല്ല ഫാമിലി സപ്പോർട്ട് വേണം. അതുണ്ടല്ലോ എന്തെങ്കിലും, ബിക്കോസ് ഇത് എനിക്കാവുമ്പോ വി ആർ ഓൾവേസ് പോസ്റ്റഡ് ഇൻ 2 different places. അല്ലാതെ ഉണ്ടായിട്ടുണ്ട്, പറയൂ. സോ എനിക്ക് എന്റെ കൂടെ അമ്മമ്മ ഉണ്ട്. ആ. സോ അന്ന് രാത്രിയും ആക്ച്വലി അന്ന് ഇവരെ ഏൽപ്പിച്ചിട്ട് അമ്മമ്മയെ കേശവും അർച്ചനവുമാണ് അമ്മമ്മയുടെ അടുത്ത് മോനെ ഏൽപ്പിച്ചത്. പിന്നെ ഞാൻ അങ്ങോട്ട് അതെ അതെ, പോയത്. എനിക്ക് ഓർമ്മയുണ്ടത്. സോ ഷീ ഈസ് എ ബിഗ് പില്ലർ ഓഫ് സപ്പോർട്ട്. അപ്പോൾ ആരുടെ ഏത് ലേഡി ഓഫീസർ ആവട്ടെ, ദാറ്റ് ഈസ് വൺ തിങ് വി ഹാവ് ഇൻ കോമൺ. വി വാണ്ട് സംബഡി ബാക്ക് അറ്റ് ഹോം who can actually manage children. Because especially policing എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ. നമ്മൾ ഓരോ ഇവന്റിന് പ്ലാൻ ചെയ്താൽ അന്നായിരിക്കും എന്തെങ്കിലും ഉണ്ടാവുക. whether it could be a birthday or it could be Diwali or any kind of celebrations. ആ ദിവസം എന്തെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. സോ ആൻഡ് പ്ലസ് ഡേ ആൻഡ് നൈറ്റ് എന്നൊരു വിഷയമല്ല. നൈറ്റ് ആണെങ്കിലും ഒരു ഇഷ്യൂ ആണെങ്കിൽ, എസ്പെഷ്യലി ആസ് എൻ SP, all the more responsibility we'll have to immediately go on it. So I think what is important is that you need to have your family as a backup plan. Otherwise it's very difficult to run ഇത് the show. പറയുമ്പോഴാണ് ഈ നിങ്ങളെ ഫോഴ്സിനെ പറ്റി നിങ്ങളെ മോട്ടോ ആയിട്ട് പറയുക. നമ്മൾ ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സാറിനോട് സംസാരിക്കായിരുന്നു. ഈ മൃദു ഭാവേ ദൃഢകൃത്തെ എന്നാണ് പറയുക. അതായത് Polite but വളരെ firm. നമ്മളുടെ ടെമ്പർമെന്റ് ഷുഡ് ബി സോഫ്റ്റ് ആയിരിക്കണം. പക്ഷേ നമ്മളുടെ ആക്ഷൻസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ദൃഢമായിരിക്കണം എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മളെപ്പോഴും ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് പെട്ടെന്ന് ആൾക്കാരെ ആലോചിക്കുക ഭയങ്കര സോഫ്റ്റ്, ടെൻഡർ, ഫെമിനിൻ, ഇതൊക്കെ ഈ സിനോണിംസ് ആണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രയും തന്നെ ഈക്വലി സ്ട്രോങ്ങുമാണെന്നാണ്. അപ്പോൾ ഒരു ഈ അമ്മ എന്നുള്ള റോളിലും വൈഫ് എന്നുള്ള റോളിലൊക്കെ പലപ്പോഴും കുറെ കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ടോ? ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ടോ? ആക്ച്വലി ഇപ്പോഴത്തെ പോലീസിംഗ് തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി പോലീസിംഗ്, കമ്മ്യൂണിറ്റി പോലീസിംഗ്, ഡെമോക്രാറ്റിക് പോലീസിംഗ്. ആ. പോലീസ് ജനങ്ങളാണ്, ജനങ്ങളും പോലീസാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ കേരള ഞങ്ങളുടെ പാർലൻസിൽ പറയുന്നത്. ആ. പണ്ടത്തെ പോലീസ് വാസ് വാറിയർ പോലീസ്, ഓക്കെ. ഇപ്പോൾ ഇറ്റ്സ് ഗാർഡിയൻ പോലീസാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 20 വർഷമാണ് ഇത് വേൾഡ് ഓവർ ഈ ചേഞ്ച്, ഈ ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പൊളൈറ്റ് യെറ്റ് ഫേം ഈസ് എൻ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് കോൺസെപ്റ്റ്. അങ്ങനെ ആയിരിക്കണം പോലീസ്. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള ആള് വളരെ ഡെസ്പായ സിറ്റുവേഷനിലായിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്നത്. ആ സമയത്ത് നമ്മൾ ദേഷ്യപ്പെട്ട ഒരു കാര്യമില്ല, ദേഷ്യപ്പെടാൻ പാടില്ല. സോ ആ കോൺസെപ്റ്റ് ഹാസ് ബീൻ ഈ റെക്കഗ്നൈസ്ഡ്. സോഫ്റ്റ് ഫേസസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന 4 പേരുടെയും വളരെ സോഫ്റ്റ് നേച്ചേർഡ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ നിങ്ങൾ ശരിക്കും ഈ പറഞ്ഞ ഇതിന്റെ ഓപ്പോസിറ്റ് ആകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ സതീഷ് സർ? അതല്ല ഞാൻ പറഞ്ഞ പൊളൈറ്റ് ആവണമെന്ന് പറഞ്ഞു. ലെവലിൽ വർക്ക് ചെയ്യുമ്പോൾ ചില സമയത്ത് ഞാൻ മോഹനന്റെ കൂടെ ഇപ്പൊ കഴിഞ്ഞ 6 മാസമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ആലപ്പുഴ, എറണാകുളം. അപ്പൊ അദ്ദേഹം
അദ്ദേഹം എൻ്റെ അടുത്ത് അദ്ദേഹം ഇവിടെ പറയുക ഒരു ചെറിയ കേസിനെ കുറിച്ച് എന്തോ പറഞ്ഞിട്ട് പോയി. അദ്ദേഹം എന്നാൽ ഒന്നും ഒന്നും പറഞ്ഞില്ല. പറഞ്ഞില്ല. അതാണ് സത്യം, ഒന്നും അതാണ് പറഞ്ഞില്ല. സത്യം. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പൊ കഴിഞ്ഞ ഒരു 2-3 മാസത്തിനിടയിൽ തന്നെ അദ്ദേഹം വിയറ്റ്നാമിൽ നിന്ന് പോയി പ്രതികളെ പിടിച്ചിട്ടുണ്ട്. വിയറ്റ്നാമിൽ പോയിട്ടില്ല, അവിടുത്തെ പ്രതികളെ പിടിച്ചിട്ടുണ്ട്. ആ, ശരി. അതിന്റെ ഇടയ്ക്ക് 10-30 വർഷം മുമ്പ് ഒരു മർഡർ നടന്ന അക്യൂസിനെ പിടിച്ചു. ആഹാ. സൈബർ ക്രൈമിലെ വേറെ കുറെ പേരെ പിടിച്ചു. വേറൊരു വെരി അതായത് ഇൻട്രസ്റ്റിംഗ്, കൂടുതൽ ചോദിക്കാണ്ട് ഇപ്പുറത്തിരിക്കുന്ന ആളോട് അതെ അതെ അദ്ദേഹം സൈബർ ക്രൈമിന്റെ എക്സ്പെർട്ട് അവിടെയാണ്. അദ്ദേഹം പറയണ മുമ്പ് ഞാൻ പറഞ്ഞു തീർക്കാം. പറയൂ സർ. ഒരു 10-13 വർഷം മുമ്പുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് കേസ് അതിന്റെ പിന്നാലെ നടക്കുകയാണ്. ആ. അപ്പോൾ നമ്മൾ പല പടങ്ങളിലൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ ഒരു നായകനോ അല്ലെങ്കിൽ വില്ലനോ ഒരു പോലീസ് സ്റ്റോറി ആണെങ്കിൽ ഒറ്റ സ്റ്റോറി, ഇത് പാരലായിട്ട് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ്, മൾട്ടിപ്പിൾ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല അത് പെർസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും വർഷം. അത് പെർസിസ്റ്റന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല നോക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ തന്നെ പലതുണ്ടാവും, പല ഡിഫറെന്റ്. അതുകൂടാതെ ഓഫീസിൽ ജോലി ചെയ്യണം, റെഗുലർ അഡ്മിനിസ്ട്രേറ്റീവ് ജോബ് ചെയ്യണം, പെറ്റീഷണേഴ്സിനെ കാണണം. സോ ശരാശരി എനിക്ക് തോന്നുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എല്ലാം ചെയ്യണമെങ്കിൽ ഒരു 12 മുതൽ 14 മണിക്കൂർ ജോലി ചെയ്യണം എന്നാണ് പല സ്റ്റഡീസും പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പലപ്പോഴും ചില ഘട്ടങ്ങളിൽ ഒരു എന്താ പറയുക കൈവിട്ട് പോവാം, കൺട്രോൾ പോവാം. എന്നാൽ ഞങ്ങൾ മാറി മാറി പറയുന്നത് ആ സിറ്റുവേഷനിലും പോകാൻ പാടില്ല. ബിക്കോസ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആള് ഡസന്റ് വാണ്ട് ടു നോ വെദർ ഐ ഹാവ് സ്ലെപ്റ്റ് ദി പ്രീവിയസ് നൈറ്റ് ഓർ നോട്ട്. അദ്ദേഹത്തിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വന്നേക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ കൺട്രോൾ ചെയ്യണം. ഫസ്റ്റ് ടൈം ആയിരിക്കും ആള് വരുന്നത്. ഫസ്റ്റ് ടൈം ആയിരിക്കും ആക്ച്വലി ഐ ഹാവ് ഡെവലപ്ഡ് അസിഡിറ്റി. അല്ല അത് പക്ഷേ മേഡം അത് പറ്റില്ല, അത് നമുക്ക് പറ്റില്ല. എന്താ കാരണം വെച്ചാൽ അതെ ഇപ്പൊ 9200 ഓഫീസേഴ്സിന്റെ ഒരു സർവേ നമ്മൾ നടത്തി. കേരള പോലീസില് ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ് ഹാറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പദ്ധതിയുണ്ട് പോലീസിന്റെ വെൽനെസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ പഠനത്തിൽ പറയുന്നത് യു വോണ്ട് ബിലീവ് ഓൾമോസ്റ്റ് 68% ഓഫ് ദ പോലീസ് ഓഫീസേഴ്സ് ഈ 9200 ഓഫീസേഴ്സിൽ they sleep less than between 4 to 6 hours. ഇത് ആരെങ്കിലും അറിയുന്നുണ്ടോ? നമ്മൾ സാധാരണക്കാരെ അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ ഒരു ഷിഫ്റ്റ് റോസ്റ്റർ, അതായത് ഷിഫ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നതിന് ഉണ്ട്. പക്ഷെ ഫ്രണ്ടിൽ ഒരാൾ ഇപ്പോ ഇത്രയും വലിയൊരു വിക്ടിം വരാൻ നേരത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 8 hours ആണോ ശരിക്കും വർക്ക് ടൈം എന്ന് പറയുന്നത്? ട്രൈ ടു മാനേജ്. അല്ല, ഇറ്റ് ഇസ് നോട്ട് ഈസി. പേപ്പറില് അപ്പൊ നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാത്ത ആൾക്കാരാണെന്ന് അർത്ഥം. വളരെ കുറച്ചുറങ്ങുന്ന ആൾക്കാരാണെന്ന് അർത്ഥം അല്ലെ? അപ്പൊ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ പോലീസ് എന്ന് പറഞ്ഞാൽ ഫിറ്റ് ആയിരിക്കണം എന്നാണ് ആദ്യത്തെ കാര്യം അല്ലെ? ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കണം, ഫിസിക് ഫിറ്റ് ആയിരിക്കണം. അപ്പൊ എങ്ങനെയാ സത്യം പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ ഇതിനെന്താണ് ഒരു പരിഹാരം? ഇൻഫാക്ട് ആക്ച്വലി ലൈഫ് സ്റ്റൈൽ ഡിസീസസും കൂടുതൽ ഉണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. സ്ട്രെസ്സും ആൻസൈറ്റി പ്ലസ് നൈറ്റ് ജോബ് ഡിപ്രഷൻ. Depression is one thing, and night shifts, because day and night illade nightലും shift ചെയ്യാന്ന് പറയുമ്പോൾ your sleep pattern also gets affected. If you see all lifestyle diseases അതിൽ ഒരു pattern ഉണ്ടാവും. അപ്പോൾ അതിൽ 1 or 2 3 dominant factors ഉണ്ടാവും. അപ്പോൾ less sleep and ഈ നൈറ്റ് ഉറക്കം വിളിച്ച് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ it is and all the time 24/7 you should be vigilant. Your phone cannot be switch off. Maybe you come out of a night shift and the next morning there is something huge happening, so suddenly we have to mobilize more manpower and everybody gets mobilized. അപ്പോൾ ആ ഒരു ഫാക്ടർ തന്നെയാണ് one of the main reasons that we have lot of lifestyle diseases which affects the police officers. ഇപ്പൊ അതിന്റെ ഭാഗി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ തന്നെ സൈബർ, ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഒരു പ്രധാന കാരണം ഞാനും കൂടി അടങ്ങുന്ന ഈ മീഡിയയാണ്. എനിക്കറിയാം അത്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിഭീകരമാണ്. ശങ്കർ സാറ് ഈ പറഞ്ഞ പോലെ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷനിലും അതുമായി റിലേറ്റ് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഇപ്പൊ കുക്കൂൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള പോലീസിന്റെ സൈബർ സെക്യൂരിറ്റി ബന്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരന്തരം എല്ലാ വർഷവും ഇവിടെ കോൺഫറൻസ് നടക്കുന്നുണ്ട്, അപ്ഡേഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യത്തില് സാർ ഇപ്പൊ അതില് ഒരു എന്താ പറയാ, സതീഷ് സാർ തന്നെ പറയുമായിരുന്നു സാർ അതിനകത്ത് ഒരു എക്സ്പേർട്ട് ആണെന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷെ എങ്കിലും കൊലീഗ്സ് തന്നെ അത് പറയാന്ന് പറയുമ്പോൾ യു ആർ റിയലി വെരി അതിനകത്ത് വളരെ വളരെ മിടുക്കനാണെന്നാണ് വ്യക്തമായി വരുന്നത്. അപ്പൊ ഈ പ്രശ്നം എങ്ങനെയാണ് ഇത് ടാക്കിൾ ചെയ്യുന്നത് സാർ? എങ്ങനത്തെ ഇഷ്യൂസ് ആണ് സാറിന്റെ അടുത്ത് ഇപ്പോൾ വരുന്നത്? കറന്റ് ഞാൻ സൈബർ ക്രൈം ടാക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. എക്സ്പെർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ലാർജ്ലി എക്സാജറേഷൻ ആണോ? അങ്ങനെയാണോ സതീഷ് സാർ? എക്സാജറേഷൻ ആണോ? അല്ല അല്ലേ? എന്റെ നോളജ് കൂടാൻ നേരത്താണ് നമുക്ക് അറിയുന്നത് ഇനിയും കൂടെ പഠിക്കാനുണ്ടെന്ന്. പക്ഷെ ഒരു സത്യമായി തന്നെ നമ്മൾ പറയണമല്ലോ. എഞ്ചിനീയർ ബൈ പ്രൊഫഷൻ. അപ്പൊ എനിക്ക് മനസ്സിലായി. കാരണം
എഞ്ചിനീയർ ആകുമ്പോൾ എങ്ങനെയായാലും ടെക്നിക്കൽ നോളജ് വിൽ ബി കൂടുതലായിരിക്കും. ഇതിലേക്ക് ഒരു കാര്യം ആഡ് ചെയ്യണ്ട. അത് കഴിഞ്ഞിട്ട് സാർ പറയട്ടെ. അവസാനം പറഞ്ഞാൽ മതി സാർ. പറയും. ഞാൻ ആക്ച്വലി ഐ ആം ആൻ ആക്സിഡന്റൽ പോലീസ് ഓഫീസർ. അത് ശരി. ആക്ച്വലി നിങ്ങൾ എല്ലാവരും I think എന്നെ we all are. പറയുകയാണ്. സത്യം പറഞ്ഞ അദ്ദേഹം സെൻട്രൽ പോലീസ് ഇതിൽ പോയി എന്ന് പറഞ്ഞു, എന്നിട്ട് കേരള കേഡറിൽ ഹരി പറയേണ്ട ഏത് പടമാണെന്ന് CBI ഡയറക്ടർ പറയരുത് കേട്ടോ. മൈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. മൈ മദർ ഈസ് എ കോർ അക്കാഡമിഷ്യൻ. ഷീ ഈസ് എ റിട്ടയർഡ് ISRO സയന്റിസ്റ്റ്. മൈ ഫാദർ എന്ന് പറയുന്നത് ഹി ഈസ് എ പൊളിറ്റീഷ്യൻ. അപ്പൊ അദ്ദേഹം നേരത്തെ മുതലേ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയി, പണ്ട് ജാഥ നടത്തി, ബസ്സിന് കല്ലെറിഞ്ഞു, ജീപ്പ് കത്തിച്ചൊക്കെ രാഷ്ട്രീയത്തിൽ മുന്നേറിയ ഒരാളാണ്. അല്ല, സാറിന്റെ ഫാദർ ആണ് എനിക്ക് തോന്നുന്നു ശബരിമലയുടെ ഒക്കെ അദ്ദേഹം ദേവസ്വം ബോർഡ് മെമ്പറൊക്കെ ആയിരുന്നു. അസംബ്ലി ആക്റ്റീവ് പോയി. അതെ. അപ്പൊ ഒരു സൈഡില് ഫാദറിന്റെ ഒരു സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആസ്പെക്ട്സിൽ ഐ ആം ഇൻട്രസ്റ്റഡ്. അതേപോലെ തന്നെ മദറിന്റെ അക്കാഡമിക്കൽ ബെഞ്ചിലും എനിക്ക് താല്പര്യമുണ്ട്. വെറുതെ രണ്ടിന്റെ കോമ്പിനേഷനിൽ ഇപ്പോൾ ഉള്ളത്. അപ്പൊ മറ്റൊന്നപ്പോ റിസ്ക് ഉള്ള പണിയായതുകൊണ്ട് അക്കാഡമിക് ആണ് ഞാൻ ആദ്യം ചൂസ് ചെയ്തത്. അപ്പൊ അങ്ങനെ എഞ്ചിനീയറിംഗ് പോയി. അതിനുശേഷം ഞാൻ വിദേശത്ത് പോയി റോബോട്ടിക്സിൽ ഒരു മാസ്റ്റേഴ്സ് ചെയ്തു. അങ്ങനെ റോബോട്ടിക്സ് പഠനമൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു യൂട്ടേൺ അടിച്ച് ഇന്ത്യയിലേക്ക് വന്ന് സിവിൽ സർവീസ് എഴുതുന്നത്. അപ്പോ അങ്ങനെ ഒരു ബൈ സർക്കംസ്റ്റാൻസസ് പോലീസിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. ബേസിക്കലി ഐ വാസ് എ ടെക്നോക്രാറ്റ്. പക്ഷേ ടെക്നോക്രാറ്റ്സിനെ വേണമല്ലോ നമുക്ക് പോലീസിൽ. അതെ. ഇപ്പൊ ബേസിക്കലി നമ്മളിപ്പോ മാറുന്ന ടൈമിൽ അതാണല്ലോ ആവശ്യം ഇപ്പൊ. അതെ. ഇപ്പൊ ഞാൻ ആക്ച്വലി അപ് ടു എഞ്ചിനീയറിംഗ് ഞാൻ കേരളത്തിലായിരുന്നു. അപ്പോ ഐ സ്റ്റഡി ഇൻ NIT കാലിക്കറ്റ്. അപ്പൊ അതുവരെ കേരളത്തിലാണ്. കേരളത്തിന് പുറത്ത് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് ടെക്നോളജി ഏരിയയിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ആണ് ഞങ്ങൾ ആക്ച്വലി കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ മലയാളിയായി. കുറച്ച് സ്നേഹം കൂടും മലയാളി. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യക്ക് വെളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ കൂടുതൽ ഇന്ത്യക്കാരനാണ്. അപ്പൊ ഇന്ത്യക്ക് വെളിയിലേക്ക് നമ്മൾ പഠിക്കാൻ പോയി. നമ്മൾ ഇന്ത്യക്കാർ, പലതരത്തിലുള്ള ഇന്ത്യക്കാർ നമ്മൾ ഇന്ററാക്ട് ചെയ്യും. കേരളത്തിന് പുറത്തേക്ക് പോയാൽ മലയാളികളായിട്ട് മാത്രമേ ഇന്ററാക്ട് ചെയ്യൂ. നമ്മള് മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണെന്ന് തോന്നുന്നു. അപ്പോ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇന്ത്യക്കാരുമായിട്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യും. അപ്പോ ലാർജർ ക്യാൻവാസ് ഓഫ് ഇന്ത്യ കാണുന്നത് ശരിക്കും ഇന്ത്യക്ക് വെളിയിൽ പോകുമ്പോഴാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഇന്ത്യയെ പറ്റി കൂടുതൽ നമ്മൾ പഠിക്കുന്നതൊക്കെ. ബീങ് ടെക്നോക്രാറ്റ് ആക്ച്വലി ഈ ആർട്സ് സബ്ജക്ട്സ് അങ്ങനത്തുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി, പോളിറ്റി, ജോഗ്രഫി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടോ എനിക്ക് തീരെ ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ വെൻ ഐ വെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആക്ച്വലി ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനും ഇന്ത്യ എങ്ങനെ ഉണ്ടായി. You started realizing the importance of learning all those aspects along with science. About my country. About your country. അങ്ങനെ ഞാനൊരു വൈഡ് റീഡിങ് ആരംഭിച്ചു. ഈ ടെക്നോളജിയുടെ സൈഡിൽ തന്നെ. Note the point, ഇതൊരു കഥയാട്ടോ, ഇതൊരു സിനിമയ്ക്കുള്ള കഥയാ പറയുന്നത്. അങ്ങനെയാണ് ഇന്ത്യ എങ്ങനെ ഇവോൾവ് ചെയ്തു, എങ്ങനെയാണ് നമ്മള് ഏഷ്യൻ ഇന്ത്യ എന്തായിരുന്നു, മിഡീവൽ ഇന്ത്യ എന്താണ്, എങ്ങനെ ഇന്ത്യ ഇവോൾവ് ചെയ്തു, എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു ചരിത്ര വിദ്യാർത്ഥിയായി. സിവിൽ സർവീസിൽ ഓഫീസർ ഇതൊന്നുമല്ല. സാറിനെ ഇങ്ങോട്ട് മാറ്റണോ? അതെ അതെ. അല്ല, ഞാൻ ഹിസ്റ്ററി എടുത്തു അവസാനം. നല്ല ഇൻട്രസ്റ്റിംഗ് ആണത്. അപ്പൊ അങ്ങനെ ചുരുക്കം പറയാല്ലേ, അറേബ്യൻ നൈറ്റ്സിൽ നമ്മള് കഥ പറയില്ലേ, രാജകുമാരി. അതല്ല, എനിക്ക് പടം ഏതാന്ന് മനസ്സിലായി. ഒരു പടത്തിൽ മമ്മൂട്ടി പറയുന്നുണ്ട് ഇന്ത്യ എന്താന്ന് അറിയണമെങ്കിൽ. അത് ഏത് സിനിമയാണ് സാർ? അത് പുള്ളി പറയും. അങ്ങനെ ഒരു വൈഡ് റീഡിങ് വന്നു. അപ്പോ വായിച്ച് ഇങ്ങനെ കുറെ സ്ഥലങ്ങൾ ഇങ്ങനെ കയറി വായിച്ചു പോയപ്പോഴത്തേക്ക് എന്നാ പിന്നെ നമ്മൾ ഈ വെളിയിലൊക്കെ കിടന്ന് ഇങ്ങനെ ഈ ടെക്നോളജി ഒക്കെ പഠിക്കുന്നതിനേക്കാളും ഇന്ത്യയിൽ പോയി നമ്മൾ നാട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു സുപ്രഭാതത്തില് അങ്ങനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ കൂടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഒരു വ്യക്തി, പുള്ളിക്ക് അന്ന് മുതലേ സിവിൽ സർവീസ് മാത്രമാണ് താല്പര്യം. പുള്ളി തിരുവനന്തപുരത്ത് എനിക്ക് സതീഷ് സാറിന്റെ കൂടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണ്. അയാൾക്ക് സിവിൽ അയാൾക്ക് സിവിൽ സർവീസ് കിട്ടി, IPS ജോയിൻ ചെയ്യാൻ പോവാണെന്ന് എന്നെ വിളിച്ച് പറയുന്നു. അപ്പൊ അതുകൂടി വന്നപ്പോഴത്തേക്ക് എനിക്ക് ക്ലിക്കായി. എന്നാ പിന്നെ ഞാനും ഇതിലേക്ക് പിന്നെ ഒരു യൂട്ടേൺ അടിക്കാം എന്നുള്ള ധാരണയില് അന്ന് എനിക്ക് അവിടെ ഒരു ക്യാമ്പസ് സെലക്ഷനിലെ സാംസങ് റോബോട്ടിക്സിലൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രീ ജോബ് ഇന്റേൺഷിപ്പ് ചെയ്തു. ഈ റോബോട്ടിക്സിലേക്കൊക്കെ പോവാന്ന് പറഞ്ഞാൽ അപ്പോഴും അഹെഡ് ഓഫ് ടൈം ആണല്ലോ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അത് റോബോട്ടിക്സ് തിരഞ്ഞെടുക്കാനുള്ള കാരണം? റോബോട്ടിക്സ് അന്നൊരു കട്ടിംഗ് എഡ്ജിൽ നിൽക്കുന്ന ഒരു ടെക്നോളജി ആയിരുന്നു. എന്റെ എഞ്ചിനീയറിംഗ് പ്രോജക്ട് വാസ് ഓൾസോ അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിരുന്നു. ഞാൻ കൺട്രോൾ സിസ്റ്റംസിലാണ് ചെയ്തത്.
അപ്പൊ ആ ഏരിയയിൽ തന്നെ മുന്നോട്ട് പോയി എന്നുള്ളതേ ഉള്ളൂ. ഒരു കട്ടിംഗ് എഡ്ജ് അപ്പോൾ ടെക്നോളജി. എനിക്ക് ഒരു കാര്യം ഉറപ്പായി, ഇപ്പൊ ലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത അദ്ദേഹം പഠിക്കാൻ പോകുന്നത് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യാൻ പോവാണ് AI ആയിരിക്കും. ഉറപ്പല്ലേ? അത് പറയില്ല, അത് സീക്രട്ട് ആണ് ഇപ്പോഴത്തെ. ഏതായാലും അങ്ങനെയാണ് സർ ഇതിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോ ആക്ച്വലി ഒരു ടെക്നിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് സൈബർ റിലേറ്റഡ് ആസ്പെക്ട്സ് കുറച്ചുകൂടെ അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഒരു ഫാക്റ്റ് ആണ്. പക്ഷെ അങ്ങനെ ഒരു ടെക്നിക്കൽ ബെൻഡ് ഓഫ് മൈൻഡ് ഇല്ലാത്ത ആളുകൾക്കും ആക്ച്വലി സൈബർ ക്രൈംസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മോഹനേന്ദ്രന്റെ കാര്യം പറഞ്ഞു, മോഹനേന്ദ്രൻ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ ക്രിമിനൽസിനെ പിടിച്ചിട്ടുള്ളത്. അദ്ദേഹം പിന്നെ എല്ലാ ടൈപ്പ് ക്രിമിനൽസിനെയും പിടിക്കുന്ന ആളാണ്. അല്ല ഇതിൽ ഞാൻ ഒരു കാര്യം സാർ ആഡ് ചെയ്യാൻ പോകുന്ന കാര്യമാണ്. അല്ല ഇതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇപ്പോൾ ഇതുപോലുള്ള ഒരു സൈബർ ലെവലിലേക്ക് നമ്മൾ വന്നപ്പോൾ കോൺട്രിബ്യൂഷൻ മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ സാറിന് ഷെയർ ചെയ്താണത്. ഹീസ് മൈ ഡയറക്ട് DIG. ആക്ച്വലി ഓരോ DIGന്റെ അണ്ടറിലും 3-4 ഡിസ്ട്രിക്ട്സ് വരും. അതിൽ എറണാകുളം റേഞ്ച് DIGന്റെ അണ്ടറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോട് ഡെയിലി വി ഇന്ററാക്ട്. മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ 2 പോലീസുകാർ ഒരു 112 കോൾ എന്ന് പറഞ്ഞാൽ എനി പേഴ്സൺ ക്യാൻ കോൾ ഇൻ 112. 112 എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് പണ്ടത്തെ 100 നമ്പർ ഉണ്ടല്ലോ, അതിന് പകരം 112 ആണ്. 112 എന്ന് പറഞ്ഞാൽ അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. സ്ട്രേറ്റ് അവേ ദ കോൾ ഈസ് ഗോയിങ് ടു ദ ഹെഡ് ക്വാർട്ടേഴ്സ് പോലീസ് സ്റ്റേഷനിലേക്ക്. അതൊരു ഇൻഫർമേഷൻ ആണ് സാർ. ഇത് 100% ഇൻഫർമേഷൻ. ഇത് അറിയാത്ത ഇപ്പോഴും നാട്ടുകാരുണ്ട്. അത് 112 ഡയൽ 100 112 ചിന്തിച്ചിരുന്നത് 112 ആണ്. അപ്പോ 112 ഓൾ എമർജൻസി 112ലേക്ക് തന്നെ പോകും. അപ്പോൾ 112 കോൾ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കുറച്ചൊരു മിസ്ബിഹേവ്, കുറച്ച് ഡ്രങ്കൻ സ്റ്റൈലിൽ കൺട്രോൾഡ് അതൊരു വീടിന്റെ പരിസരത്ത് മിസ്ബിഹേവ് ചെയ്യുന്ന ഇൻഫർമേഷൻ. അവിടെ ചെന്ന് നമ്മൾ 1-2 പോലീസുകാരുണ്ട്. അവർ ചെന്ന് നൈറ്റിൽ ചെന്ന് ആളെ കണ്ടു, പേര് ചോദിക്കുമ്പോൾ പറയില്ല, ഒന്നും പറയുന്നില്ല. നേരെ ഫോൺ എടുക്കുന്നു, ജസ്റ്റ് അയാളെ മൈക്കോപ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം സാർ പറഞ്ഞില്ലേ ആപ്പ് ഉണ്ട്, ആ ആപ്പിൽ വെച്ചിട്ട് ആളെ റീഡ് ചെയ്യുന്നു. ആ ഫേസ് സിങ്കർണൈസേഷൻ ഏതും അറിയോ, ഡാറ്റാബേസുമായിട്ട്. ഈ ഡാറ്റാബേസ് എന്ന് പറയുന്നത് സ്റ്റേറ്റിലുള്ള പലതരത്തിലുള്ള ക്രൈംസും, സ്റ്റേറ്റിൽ പറ്റില്ല ICGS ഉണ്ട്, അതായത് ഈവൻ നാഷണൽ ലെവൽ സ്റ്റേറ്റ് ലെവൽ എല്ലാവരുടെയും ആ ക്രൈം ഡാറ്റയിൽ നിന്ന് ഇയാളെ ഒരു 4 ഫേസുമായിട്ട് സിങ്കർണൈസേഷൻ 88%, 87%, 85%, 83%. അതിൽ ഫസ്റ്റ് ക്ലിക്ക് ചെയ്തില്ല, സെക്കൻഡ് ക്ലിക്ക് ചെയ്തു നോക്കുമ്പോൾ എന്താ അറിയോ, ഓൾറെഡി ഹി ഹാസ് ഗോട്ട് 3 or 4 ഹൗസ് ട്രസ്പാസിംഗ് ക്രൈംസ് ഉണ്ട്. നമ്മൾ പിടിച്ചു പിടിച്ചു. എനിക്ക് അത്ഭുതം തോന്നി. നമ്മൾ പൊതുവെ മുമ്പൊക്കെ ഞങ്ങൾ SI സ്റ്റാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ ആരാ മനസ്സിലാവാൻ ഒരു 3 ദിവസം പിടിക്കും. അത് മാത്രമല്ല പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഈ പോലീസ് സ്റ്റേഷനിലല്ലേ ഇങ്ങനെ കുറെ ഫോട്ടോസ് വെച്ചിട്ടുണ്ടോ, കുറെ ആൾക്കാരുടെ ഒക്കെ ലോക്കൽ ആയിട്ടുള്ള KDകളുടെ ഒക്കെ ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് നമ്മളിങ്ങനെ, അപ്പൊ ചില ആൾക്കാർ വളരെ ഈ പറഞ്ഞ പോലെ മൃദുവായ മുഖമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഭീകര കള്ളന്മാരും പ്രശ്നക്കാരും ആയിരിക്കും. അന്ന് 3 ദിവസം കഴിഞ്ഞ് കണ്ടുപിടിച്ചാൽ മതി, ഇപ്പൊ 24 മണിക്കൂറിനകത്ത് ഹാജരാക്കണം. അതും ഉണ്ട്. പക്ഷെ ടെക്നോളജി വളർന്നില്ലേ സാർ, അപ്പൊ നമുക്കിത് എളുപ്പമാണ്. സ്ട്രേഞ്ചേഴ്സ് ചെക്കിംഗ് ശരിക്കും ഒരു ചാലഞ്ച് ആയിരുന്നു അന്ന്. സ്ട്രേഞ്ചേഴ്സ് ചെക്കിംഗ് കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡന്റിറ്റി ഇല്ലാതെ നമുക്ക് എവിടെ വേണമെങ്കിൽ ജീവിക്കാം. അങ്ങനത്തെ ഒരു കാലം മുമ്പുണ്ടായിരുന്നു. ഇന്നതല്ല. ഇന്ന് വെച്ചാൽ ഒരു ID കാർഡ്, ഇലക്ഷൻ ID കാർഡ്, മറ്റൊക്കെ പല ഇതുണ്ട്. ഇതൊന്നുമില്ലാത്ത ആൾക്കാരില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു സിറ്റിസൺ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരാൾക്ക് സംശയം കഴിഞ്ഞാൽ ചുമ്മാ ഒരു ഫോട്ടോ അങ്ങ് എടുത്തിട്ട് ബാക്കി കൊടുത്താൽ മാത്രം മതി, ബാക്കി കാര്യങ്ങൾ പോലീസ് നോക്കിക്കോളും. അല്ലേ? ഇനി പറയൂ സാർ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മൾ മലയാളികള് ഇവിടുത്തെ സൊസൈറ്റിയില് സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒരുപാട് എല്ലാ ലെവലിലും ഉണ്ട്. അത് റൈറ്റ് ഫ്രം വലിയ വലിയ പ്രശ്നങ്ങൾ മുതൽ കുഞ്ഞു പ്രശ്നങ്ങൾ വരെയുണ്ട്. അപ്പൊ ഈ അടുത്ത ഇടയ്ക്ക് സാറിന്റെ മനസ്സിലേക്ക് വന്ന ഏറ്റവും അലാമിംഗ് ആയിട്ട് തോന്നിയ ഒരു ഇഷ്യൂ എന്താണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്? കുറെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും നമ്മൾ മലയാളികൾ കേട്ടോണ്ടിരിക്കുകയാണല്ലോ, അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും അലാമിംഗ് ആയിട്ടുള്ള ഇപ്പൊ ലേറ്റസ്റ്റ്, കാരണം നിങ്ങൾ ടെക്നോളജിക്കാരോട് ഏറ്റവും ഇങ്ങേറ്റത്തെ ചോദിക്കാൻ പാടുള്ളൂ, ബാക്കിയൊക്കെ പഴയതായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈബർ ക്രൈമിലുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഒരുപാട് കാലങ്ങളായിട്ട് ശീലിച്ചു വന്നിട്ടുള്ള ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. അത് നമുക്ക് ഫിസിക്കൽ വേൾഡിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം നമുക്ക് അറിയാം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, മാഡത്തിന്റെ വീട്ടിലൊരാള് വന്നിട്ട് ചില കാര്യങ്ങൾ ചോദിക്കുക, മാഡം എവിടെയൊക്കെ യാത്ര പോയിട്ടുണ്ട്, നിങ്ങള് വീട്ടിലുള്ള ആൽബമുകളുടെയൊക്കെ ഒരു കോപ്പി എനിക്ക് തരാമോ, മാഡം എല്ലാ ദിവസവും വിളിക്കുന്ന ആളുകളുടെ നമ്പർ എനിക്ക് തരാമോ, മാഡത്തിന്റെ കുറച്ച് ഫോട്ടോസ് എനിക്ക് തരാമോ പേഴ്സണൽ ആയിട്ടുള്ള, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരും കൊടുക്കില്ല. കാരണം ഇതൊന്നും കൊടുക്കാൻ പാടില്ലെന്നും ഒരു അപരിചിതന് ഇതിനൊന്നുള്ള അവകാശം ഇല്ല എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇത് ഫിസിക്കൽ വേൾഡിൽ നമുക്കറിയാം. ഇനി ഞാനൊരു പുതിയ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് പ്ലേ സ്റ്റോറിൽ ഇട്ടു. ആ ആപ്ലിക്കേഷനിൽ മാഡത്തിന് ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് അതിനെ പലതരത്തിൽ
കൺവേർട്ട് ചെയ്യാനും അത് ഡാൻസ് ചെയ്യിപ്പിക്കാനും AI വെച്ചിട്ട് ചേഞ്ച് ചെയ്യിക്കാനും ഇങ്ങനെ സുന്ദരിയാക്കാൻ സുന്ദരരാക്കാനൊക്കെ പറ്റുന്ന ആപ്പുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആപ്പ് ഹരീസ് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ആപ്പ് സ്റ്റോറിൽ ഇട്ടു. ആ. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കുറെ പെർമിഷൻസ് ചോദിക്കും. അതൊക്കെ ആൻസർ ചെയ്ത് വിടും. ആക്സസ് ടു ക്യാമറ, എവറിത്തിങ്. ആക്സസ് ടു GPS ലൊക്കേഷൻ, my ആക്സസ് ടു God. കോണ്ടാക്ട്, തല കറങ്ങുന്നു കേട്ടിട്ട്. ഇതെല്ലാം പോയി. അതായത് അയാൾക്ക് മാഡത്തിന്റെ കോണ്ടാക്ട്സ് ആക്സസ് ചെയ്യാം, ഫോട്ടോ ആക്സസ് ചെയ്യാം, ഗാലറി ആക്സസ് ചെയ്യാം, ലൊക്കേഷൻ ആക്സസ് ചെയ്യാം, അതായത് എവിടെയൊക്കെ പോകുന്നുണ്ടോ എല്ലാം ആക്സസ് ചെയ്യാം. ഇത് ഫിസിക്കൽ വേൾഡിൽ ഒരാൾ ചെയ്യില്ല. അതെ അതെ. ഫിസിക്കൽ വേൾഡിൽ ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ചെയ്യാം. അപ്പൊ ഈ ആപ്പുകളാണ് ഇഷ്ടം പോലെ ഡെയിലി ഇത് വന്നോണ്ടിരിക്കുവാണ് നമുക്ക്. അപ്പൊ നമ്മൾ അറിയാണ്ട് ഇത് കൊള്ളാലോ കൊള്ളാലോ എന്ന് ഓരോരുത്തർ വിചാരിക്കാം, അതിലേക്ക് പോകാം, അത് അത് ട്രാപ്പ് മാത്രമല്ല, ആവുകയും ചെയ്യാം. അത് ആപ്പിന്റെ അക്സെപ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന മുമ്പ് ഇറ്റ്സ് എ ലോങ് ലിസ്റ്റ്. അതെ. അപ്പൊ നമ്മുടെ പലപ്പോഴും ബ്രെയിൻ ഈസ് അത് ഓൾസോ read ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇങ്ങനെ we don't read നോക്കിയിട്ട് everything. okay, ഇതങ്ങ് ഡൗൺലോഡ് ചെയ്യാം. അല്ല, എനിക്ക് അപ്പൊ പറ്റിയിട്ടുണ്ട്. ഇതുപോലെയാണല്ല ഇത് loan പറഞ്ഞപ്പോഴാണ് apps. മാം, ഇന്നലെ ഞാൻ എന്തോ ഒരു ഇതേപോലെ നോക്കി വന്നപ്പോൾ അവര് എളുപ്പത്തിൽ എന്തോ ഒരു, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല, കാരണം ഇപ്പൊ മെമ്മറിയും ഈ സോഷ്യൽ മീഡിയയുടെ അകത്ത് കുറെ പെട്ട് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ നമ്മൾ എന്താ നോക്കിയത് എന്താ കണ്ടതെന്ന് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ ഇത് നോക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാൻ സാറ് പറഞ്ഞ പോലെയുള്ള കുറെ ചോദ്യങ്ങൾ ഉടനെ ഞാൻ ബാക്ക് അടിച്ച് പോയി, അയ്യോ വേണ്ടേ ഈ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണ്ടേ എന്ന്. അപ്പൊ അതാണ് ഏറ്റവും അധികം ഇപ്പൊ ശ്രദ്ധ. പക്ഷെ നമ്മളെ അതാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ ഒരു സിംഗിൾ പോയിന്റ് പറയാൻ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. അതായത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ ഫിസിക്കൽ വേൾഡിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും കൂടി അപകടം ഉണ്ടാകുന്ന ഒരു കാര്യമായത്. നമ്മൾ ഫിസിക്കൽ വേൾഡിൽ ജീവിച്ച് പരിചയിച്ചത് ഓവർ സെഞ്ചുറീസ് ആണ്. ആ, അതിലൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രാക്ടിക്കാലിറ്റി നമ്മൾ ഗെയിൻ ചെയ്തത്. അതെ. പക്ഷെ സൈബർ വേൾഡിൽ നമ്മൾ വളരെ പെട്ടെന്ന് ടെലിസ്കോപ്പിക് ആയിട്ട് നമ്മൾ പെട്ടെന്ന് ഈ പൊസിഷനിൽ എത്തിയാണ്. ഇപ്പോൾ സ്മാർട്ട് ഫോൺസ് വന്നിട്ട് എത്ര കൊല്ലായി? ഹാർഡ്ലി 10 years. അതെ. അപ്പോൾ ഇന്നിപ്പോ നമ്മൾ സൈബർ വേൾഡിൽ നിൽക്കുന്ന ഹൈ ഇന്റർനെറ്റ് സ്പീഡ്, സ്മാർട്ട് ഫോൺസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് എവറിത്തിങ്, പ്ലസ് നമ്മുടെ ഫിൻടെക്കും വന്നു, UPI പോലുള്ള സാധനം. നമ്മുടെ പൈസയും മൊബൈലിലാണ്, ഇന്റർനെറ്റും മൊബൈലിലാണ്. മൊത്തത്തിൽ നമ്മുടെ ജീവിതം മൊത്തം ഈ ഫോണിലാണ്. ഈ ചേഞ്ച് വന്നത് 10 വർഷത്തിലാണ്. അപ്പൊ ഈ 10 വർഷം എന്ന് പറയുന്നത് സൈബർ വേൾഡ് പഠിക്കാനായിട്ടുള്ള ഒരു കാലാവധി ആയിട്ടില്ല. നമ്മൾ ഫിസിക്കൽ വേൾഡിൽ ജീവിച്ച് പരിചയിച്ച ഒരു പരിചയം സൈബർ വേൾഡിൽ നമുക്കില്ല. ആ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ഇതിനകത്ത് ഡോസ് ആൻഡ് ഡോൺസ് നമുക്ക് അറിയില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ നമ്മൾക്ക് വരുന്ന പല ആപ്ലിക്കേഷൻസും നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിന്റെ കംപ്ലീറ്റ് കൺട്രോൾ ഒരു റിമോട്ടിൽ നിൽക്കുന്ന ഒരാളുടെ കയ്യിലേക്ക്. നമ്മുടെ അലോഗരിതം തന്നെ മാറുന്ന പറഞ്ഞ പോലെ നമ്മൾ ഏതാണോ സെർച്ച് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കുമല്ലോ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ എപ്പിസോഡ് കഴിഞ്ഞാൽ മറ്റൊരു എപ്പിസോഡ് ഹരിശങ്കർ സാറിനെ വെച്ചിട്ട് തന്നെ ഒരെണ്ണം ചെയ്യണം എന്ന് തോന്നുന്നു. കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ 24/7 പോരാ നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട്. ഇതെങ്ങനെയാണ് ഫാമിലി എങ്ങനെയാണ് കോപ്പപ്പ്? ഇപ്പോൾ മാഡം പറഞ്ഞു സാർ ഇവിടെ ഇരിപ്പുണ്ട്, ഫാമിലി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യണത് എന്ന് പറഞ്ഞു. സാറിൻ്റെ ഈ ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓഫീസ് അവേഴ്സ് എന്നുള്ള ഇല്ല പോലീസിന്. പക്ഷെ പ്രത്യേകിച്ച് സൈബർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ 24 മണിക്കൂറിൽ 1 മിനിറ്റ് പോലും കളയാനില്ല, ലിഷേർലി ആയിട്ട് മാറ്റി വെക്കാനില്ല. ഹൗ യു കോപ്പ് അപ്പ് വിത്ത് ഇറ്റ്, എസ്പെഷ്യലി ഫാമിലി? ആക്ച്വലി സൈബർ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ എന്റെ 14 year സർവീസിൽ ആകെ 1 വർഷം വർക്ക് ചെയ്തിട്ടുള്ളൂ. ആ, അപ്പോ സൈബറിനേക്കാൾ കൂടുതൽ മറ്റ് ഏരിയാസിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോ ഫാമിലി, ഓഫ് കോഴ്സ് ഫാമിലി മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഒരു വർക്കഹോളിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ ഫാമിലിയും വർക്കും വളരെ ബാലൻസ്ഡ് ആയിട്ട് മാനേജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഒരു കള്ളമായിരിക്കും. സത്യം പറഞ്ഞു. എന്തായാലും ഈ ഷോ മാഡം കാണുന്നുണ്ടെങ്കിൽ, വൈഫ് കാണുന്നുണ്ടെങ്കിൽ അവസാനം അവർ പറയും, അവസാനം ഇതൊരു സത്യം എവിടെയെങ്കിലും പോയി പറഞ്ഞു. അല്ല, കാണുമെന്ന് പ്രതീക്ഷയാണ് പുള്ളി പറയുന്നത്. അല്ല, ഇത് ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായോ? സതീഷ് സാറിന് മനസ്സിലായോ ഇത് അവര് കേൾക്കാനാ പറഞ്ഞത്? അല്ല, അതായത് ബേസിക്കലി ഫാമിലിയില് ആക്ച്വലി ലോട്ട് ഓഫ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി വൈഫ് ഏറ്റെടുത്തുകൊണ്ടാണ് ആക്ച്വലി ഈ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഡോട്ടറിന്റെ കാര്യമാണെങ്കിലും പാരന്റ്സിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും സഫീഷ്യന്റ്ലി മാനേജ്. ഇതൊക്കെ എല്ലാ പ്രശസ്തരായ ആൾക്കാരും എല്ലാ ഓഫീസേഴ്സും പറയുന്ന ഗ്ലോറിഫിക്കേഷൻ ആണ്. പക്ഷെ അതല്ലാതെ എത്ര സമയം സാറ് ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് സത്യം പറയണേ ഇപ്പൊ? അല്ല, ആക്ച്വലി ട്രൂലി പറഞ്ഞാൽ ആക്ച്വലി വളരെ കുറച്ച് സമയമാണ് ഫാമിലിക്ക് വേണ്ടി കിട്ടാറുണ്ട്. ഡിപ്പെൻസ് ഓൺ. ചിലപ്പോഴെങ്കിലും സാറിന് എപ്പോഴെങ്കിലും അതൊരു ഗിൽറ്റി കോൺഷ്യസ്നസ് ഉണ്ടാക്കാറുണ്ടോ? തീർച്ചയായിട്ടും കോൺഷ്യസ് ആയിട്ട് ചില സമയങ്ങളിൽ ആക്ച്വലി ഹെക്ടിക് ആയിട്ടുള്ള പോസ്റ്റുകളിൽ നിന്ന് നമുക്ക് ഒരു ബ്രേക്ക് എടുത്ത് ചില പോസ്റ്റുകൾ ആർ ഫാമിലി ഫ്രണ്ട്ലി എന്ന് നമുക്ക് പറയാം.
ഇപ്പൊ നിങ്ങൾ ആരും ഇരിക്കുന്ന പോസ്റ്റ് ഒന്നും ഫാമിലി ഫ്രണ്ട്ലി അല്ല, എല്ലാം മാക്സിമം തിരക്കുള്ളതാണ്. ഞാൻ ഈ സതീഷ് സാർ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് വർത്താനം പറയുമ്പോൾ ഞാൻ ആലോചിക്കുക, 4 ജില്ലകള് പുള്ളിയുടെ ഫോൺ അടിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ, ഭാഗ്യം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാല് ഈ പറഞ്ഞ ഗ്ലോറിഫിക്കേഷൻ ഒക്കെ നല്ലതാണ്. ഒരു വെക്കേഷൻ എടുക്കാനോ ഒരു സിനിമയ്ക്ക് പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. തിയേറ്ററിൽ പോയി സിനിമ കാണാറുണ്ടോ? ഉണ്ട്. കാണാറുണ്ട്, സമയം കിട്ടാറുണ്ട്. സമയം കണ്ടെത്തി പോവാറുണ്ട്. നല്ല സിനിമകൾ കാണുന്നത് എപ്പോഴും നമുക്ക് പുതിയ പുതിയ അവസാനം കണ്ട സിനിമ ഏതാ? ലോക. ലോക വരെ കണ്ടു അല്ലേ? നോട്ട് ബാഡ്. സാറിന് പറ്റാറുണ്ടോ ഈ എന്താണ് വാട്ട്സ് യുവർ എന്റർടൈൻമെന്റ്? നിങ്ങളുടെ രണ്ടുപേരുടെയും നിങ്ങളുടെ സെപ്പറേറ്റ് ആയിട്ട് ചിന്തിച്ചാൽ. അല്ല, എന്റർടൈൻമെന്റ് കുറേ ഉണ്ട്. ഐ തിങ്ക് നമ്മൾ റീചാർജ് ചെയ്ത് ഡെയിലി വന്നില്ലെങ്കിൽ നമുക്ക് അത്രയും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എങ്ങനെ, ഹൗ ഡു യു റീചാർജ്? അപ്പോൾ വി ഹാവ് ലോട്ട്സ് ഓഫ് അവന്യൂസ്. എനിക്ക് എപ്പോഴും തോന്നിയേക്കുന്നത് ദ ക്വാണ്ടം ഓഫ് ടൈമിനെ കാട്ടിയും ക്വാളിറ്റി ഓഫ് ടൈം എന്നാണ് എപ്പോഴും എനിക്ക് തോന്നിയേക്കുന്നത്. സോ ഇൻഫാക്റ്റ് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് സമയം താങ്ക്ഫുള്ളി കിട്ടാറുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കഴിഞ്ഞ 2 വർഷം സത്യം പുറത്തു വന്നു. സത്യം പുറത്തു വന്നത് കണ്ടോ? സമയം കിട്ടാറുണ്ട്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് സാറേ. പക്ഷെ ഇത് ഞാൻ ഈ ഇന്റർവ്യൂ ഇങ്ങനെ ഒരു വരെയാവും ഞാൻ വിചാരിച്ചില്ല. ഇതാണ് എന്റെ ഉദ്ദേശം. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല. കുറെ കാര്യങ്ങൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു ദിവസം വെച്ച് നോക്കാതെ ഇപ്പൊ ഒരു മാസം വെച്ച് നോക്കുകയാണെങ്കിൽ ഹൗ ഡു യു മേക്ക് യുവർ ലൈഫ് ഹോൾ എന്നൊരു കോൺസെപ്റ്റ് തന്നെ ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് വാട്ട് ആർ യു ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റീസ് എന്ന് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ടൈം കണ്ടെത്താൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സമ്മതിച്ചു, ഈ പറഞ്ഞൊക്കെ സമ്മതിച്ചു. ഇതൊക്കെ എല്ലാരും പറയണം. ഞാൻ ലൈക്ക് ഫോർ എക്സാമ്പിൾ പക്ഷെ എങ്ങനെയാണ് സാർ? ഞാൻ പടം കാണുന്നില്ല എന്ന് പറയാം. ഞാനിപ്പോ കാന്താരയും കണ്ടു. അത് പക്ഷേ എന്താ പറയാ, ഇന്ന സമയം ഫസ്റ്റ് ഷോ കാണണം അങ്ങനെയൊന്നുമില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാന്താര അല്ല, വേറെ ഏതെങ്കിലും പടമാണെങ്കിൽ പോലും ഞാൻ ട്രിവാൻഡ്രത്ത് പോകാൻ നേരത്ത് വണ്ടിയിലിരിക്കുകയാണെങ്കിൽ ഫയൽ കഴിഞ്ഞെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഐ വിൽ വാച്ച് എ മൂവി. അങ്ങനെ ചെയ്യാൻ പറ്റും. അതെ, അല്ല വണ്ടിയിലല്ല, ട്രെയിനിൽ പോകാൻ നേരത്ത് ട്രെയിനിൽ പോവാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഡെയിലി വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ വീക്ക്ലി അറ്റ്ലീസ്റ്റ് റൈസ് ഓടും. അപ്പോൾ പാട്ടും കേട്ടിട്ട് ഓടുന്നത്. അല്ലെങ്കിൽ ത്രെഡ്മിൽ ആണെങ്കിൽ ഫ്രണ്ടിൽ മൂവി ഓടും. അപ്പോൾ ഡെവലപ്പ് കഴിയുന്നത്രയും സമയങ്ങൾ ഇഷ്ടമുള്ള ഒരു പാസ്റ്റ് ടൈം എന്നല്ല പറയേണ്ടത്, ഏറ്റവും പാഷനേറ്റ് ആയിട്ട് അതർ ദാൻ യുവർ പ്രൊഫഷൻ ചെയ്യുന്ന ഒരു കാര്യം എന്താ? പാഷനേറ്റ് ആയിട്ട് ഞാനും വൈഫും ചേർന്ന് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മെയിനായിട്ട് ഞങ്ങൾ കുറച്ച് ലാസ്റ്റ് 4-5 years ആയിട്ട് ഞങ്ങൾ കുറച്ചൊരു ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ രണ്ടുപേരും ട്രയാത്ലോൺ ഒക്കെ ചെയ്യും. അപ്പോൾ ആ കാര്യം നിങ്ങൾ, അത് ഞാൻ സത്യം പറയാൻ വിട്ടുപോയിട്ടോ ചോദിക്കാൻ, പറഞ്ഞത് നന്നായി. അത് എന്താ പറയാ, ചേർന്ന് ഞങ്ങള് ട്രയാത്ലോൺ എന്ന് പറഞ്ഞാൽ റണ്ണിങ്, സ്വിമ്മിങ്, സൈക്ലിംഗ് 3 അത് പ്രേക്ഷകര് മനസ്സിലാക്കണം. ട്രയാത്ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 3 കാര്യങ്ങള്, സ്വിമ്മിങ് ഉണ്ട്, റണ്ണിങ് ഉണ്ട്, പിന്നെ സൈക്ലിംഗ്. ഇത് 3ഉം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു മാരത്തോൺ ഓടുന്ന പോലെ ഒന്നും അല്ല, അതിന്റെ അപ്പുറത്തേക്കാ. അധികം ആൾക്കാരൊന്നും ഇല്ല അതിനകത്ത്. അപ്പൊ ഈ ട്രയാത്ലോൺ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയൺ മാൻ എന്നുള്ള ഒരു ടൈറ്റിൽ ആണല്ലേ നമുക്ക്? കുറേ ട്രയാത്ലൺസ് ഉണ്ട്. അത് ഒരു ട്രയാത്ലൺ ഇവന്റിന്റെ പേരാണ് അയൺമാൻ. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ചെയ്യാൻ പറ്റി. പക്ഷെ ഞാൻ എൻ്റെ ഒരു ചെറുപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ ഫിസിക്കലി ഔട്ട്സ്റ്റാൻഡിങ് ഒന്നും അല്ലായിരുന്നു. അങ്ങനെ ഒരു ആവറേജ് സ്റ്റൈലിലൊക്കെ പോകുന്ന ആളാണ്. പക്ഷേ കോവിഡ് സമയത്താണ് തോന്നുന്നു വി തോട്ട്, ഞങ്ങൾ നാഷണൽ പോലീസ് അക്കാഡമിയിലായിരുന്നു. അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഞങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, മേ ബി ടൈമും ഉണ്ടായിരുന്നു. And triathlon preparation was an opportunity for us to be together and do something. Okay. അപ്പോൾ ആ രീതിയിൽ നോക്കാൻ നേരത്ത് we enjoyed. As a couple, actually, we enjoy working out together. Oh, that's great. Whether it's cycling, swimming, or gym or running. ഒരുമിച്ച് ചെയ്യാൻ ഇപ്പൊ പറ്റുന്നില്ല, 2 സ്ഥലത്താണ് പോസ്റ്റിംഗ് എന്നുള്ളത് കൊണ്ടുള്ള. നേരത്തെ ഈ ടോപ്പിക്കിലോട്ട് വന്നത് ആക്ച്വലി ടൈം മാനേജ്മെന്റ്. അപ്പൊ നമ്മൾ വർക്കൗട്ട് നടക്കുന്നുണ്ട്, ഫാമിലി ടൈം നടക്കുന്നുണ്ട്. ഡബിളിംഗ് ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുത്ത ഒരു മേഖലയാണെന്ന് ഇപ്പൊ എനിക്കത് മനസ്സിലായി. എനിക്കറിയാം മാഡം ആണെങ്കിലും ഈ പറഞ്ഞ ആർട്സിനോടും ഇതേപോലെയുള്ള മ്യൂസിക്കിനോടും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്ന് എനിക്കറിയാം. അതുപോലെ നേച്ചറിനോട് വലിയ താല്പര്യമുള്ള ആള്. ഐ സ്റ്റിൽ റിമെമ്പർ പ്ലാന്റിങ് എ ട്രീ ഇൻ യുവർ ഗാർഡൻ അവിടെ. അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പൊ പ്ലാന്റിങ് എ ട്രീ, നേച്ചറോട് എങ്ങനെ മാഡത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് ആ ഒരു മീഡിയ, ഏത് മീഡിയയിലാണ് വന്നത്, എവിടെ നിന്ന് അറിഞ്ഞതെന്ന് നോക്കാം. എനിക്ക് പറഞ്ഞ അവരെ ഇടിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ ഗാർഡനിൽ കൊണ്ടുപോയിട്ട്
മുരിങ്ങ ഏതാണ് മാങ്ങ ഏതാണ് പറഞ്ഞ പുള്ളിക്കാരത്തിക്ക് അറിയത്തില്ല. അങ്ങനത്തെ ആളെ പറ്റി ഞാൻ വിശ്വസിക്കില്ല, അത് ഞാൻ വിശ്വസിക്കില്ല. എന്റെ ഇപ്പൊ ഒരു മുരിങ്ങയോ ഒരു മാങ്ങ നോക്കാം. ഇപ്പൊ എന്റെ കയ്യില് ഫോട്ടോ ഉണ്ട് മാഡം ചെടി നടുന്നതിന്റെ. വേൾഡ് എൻവയൺമെന്റ് ധൈര്യമായിട്ട് ചെടി വെച്ചിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. മാഡം ഇത്ര ധൈര്യമായിട്ട് ആ. ഭാര്യയുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച് ഇത് പറയുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ there has to be an element of truth. എനിക്ക് തീരെ അങ്ങോട്ട് തകർന്നു പോയി ഞാൻ. അതിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല, ഇൻട്രസ്റ്റും ഇല്ല. ഞാനെന്ന് പറയുമ്പോ ചുമ്മാ ചെയ്തതല്ലേ. മീഡിയയിൽ കാണുന്നതെല്ലാം വിശ്വസിക്കരുത്, അതാണ് ഞങ്ങൾ പോലീസുകാർക്ക് പറയാം. ഇത് ആരാധന But കൊണ്ട് he's സംഭവിച്ചു. so much into it. That's so much into it. Yeah, അപ്പൊ അതുകൊണ്ട് ഒരു വീട്ടിൽ ഒരാൾ മതി ഇതൊക്കെ ചെയ്യാൻ. സോ അങ്ങനെയൊന്നും അല്ല So, അങ്ങനെ കേട്ടോ. ഞാൻ delegate ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. ചെയ്യാമെങ്കിൽ മരനടൽ ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. പുള്ളിക്കാരത്തേക്ക് ഷി ഹാസ് ഡിഫറെന്റ് പാഷൻസ്, ഡിഫറെന്റ് ഇൻട്രസ്റ്റ്, പക്ഷേ ഇപ്പൊ ഡിഫറെന്റ് കാര്യങ്ങൾ. ആക്ച്വലി കമ്മ്യൂണിറ്റി പോലീസിങ് സ്റ്റേറ്റില് ഷീസ് ദ ക്യാപ്റ്റൻ ഓഫ് ഇറ്റ്. എല്ലാം ശരിയാവും, എല്ലാ ലെവലിലും നടത്തുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ ഈവൻ ഇത് വെച്ച് റേഞ്ചൊക്കെ വെച്ചിട്ടോ മറ്റോ എല്ലാ സ്ഥലങ്ങളിലും നന്നായി നടത്തുന്നുണ്ട്. അല്ല അത് ഒരു കാര്യം സർ, നമ്മളിപ്പോ ഇന്ത്യയിലെ ടോട്ടൽ പോലീസ് ഫോഴ്സ് ഓരോ സ്റ്റേറ്റിലും എടുക്കുമ്പോ നമ്മുടെ ഇവിടുത്തെ പിങ്ക് പോലീസ് ആയാലും ഈ പറഞ്ഞ പോലീസ് കമ്മ്യൂണിറ്റി പോലീസിംഗ് ആയാലും എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നതൊക്കെ യുണീക്കാണ്. മറ്റു സംസ്ഥാനങ്ങളിലൊന്നും നമ്മൾ ഇത്രയും കാണുന്നില്ല അല്ലേ? സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഹെർ പാഷൻ, ഹെർ ഇൻട്രസ്റ്റ് കമ്മ്യൂണിറ്റി പോലീസിങ്, ഇപ്പോ ട്രാഫിക്കിംഗ്, ചൈൽഡ് യു ഹാവ് ഡൺ ഓൾസോ ഒരു തീസിസ് എന്തോ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? യുഎസിലെ ഒരു ഫെലോഷിപ്പ് വാഷിംഗ്ടണിൽ യു വർ ഇൻ വാഷിംഗ്ടൺ മോഹനൻ ഫോർ സം ടൈം. ഹാസ് ടു റിപ്പോർട്ട് ടു മീ. ആ ഒരു രീതിയാണ് നമ്മുടെ പോലീസ് സിസ്റ്റം. പക്ഷെ ആലപ്പുഴയിൽ ചൈൽഡ് അബ്യൂസ് കേസ് ഉണ്ടെങ്കിൽ പോലും പുള്ളിക്കാരത്തി ഫോളോ അപ്പ് ചെയ്യും. അത്രയ്ക്കും പാഷനേറ്റ് ആണ് അല്ലേ? ഓ അപ്പൊ അതെന്താ നമ്മൾ ആക്ച്വലി പ്രോബബ്ലി നമ്മൾ അറിയാതെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുമ്പോൾ there will be some areas we develop passion for. Like for example, he's a good investigator. So investigationലാണ് passion ആണെങ്കിൽ, cyber crime ആണെങ്കിൽ, he likes to actually training in police officers. He's very passionate about it. So that way I think I have also over a period of time I've developed a lot of interest in women and child related matters. അത് എനിക്ക് Not just because I'm a woman, but probably I gained the interest. ഇന്നേറ്റ് ആയിട്ടുള്ളതാണ്, ഉള്ളിലുള്ള maybe. സംഗതിയാണ്. അപ്പൊ Yeah. അതുകൊണ്ട് അത് ചെയ്യുന്നു എന്നുള്ളതാണ്. Yeah. അപ്പൊ ഇപ്പൊ മാം കൂടുതൽ എൻഗേജ് ദൃഢകർത്തം എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് അറിയില്ല. പണ്ട് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പേടിച്ച് നമ്മളൊരു സ്റ്റേഷനിലേക്ക് ചെല്ലുക. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്കാര് ചിലപ്പോൾ പോലീസിന്റെ ഭാഷ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പൊ വളരെ സോഫ്റ്റാ. PROമാരുണ്ട് ഓരോ സ്റ്റേഷനിലും. അവർ നമ്മളോട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നു, അവിടെ ഇരിക്കാൻ പറയുന്നു. പണ്ട് എങ്ങനെ ഒരു സ്റ്റേഷനിൽ ചെന്നാൽ ആരെങ്കിലും ഇരിക്കൂ? ഇല്ല. അൺലെസ് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇൻവൈറ്റ് ചെയ്യാൻ, എന്നാൽ പോലും അവിടെ പോയി നിന്നിട്ട് കാര്യം പറഞ്ഞിട്ട് വരിക. അതങ്ങ് മാറിയിട്ട് കമ്മ്യൂണിറ്റി പോലീസിങ് കൊണ്ട് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര എന്താ പറയുക, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു ആസ്പെക്ട്. മറ്റൊരു കാര്യം, നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡും വൈഫും ഒരേ ജില്ലയിൽ ഇരുന്നൊരു സമയമുണ്ട്. അത് എത്രത്തോളം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അവിടുത്തെ ഇഷ്യൂസ് സോൾവ് ചെയ്യാനും പ്രശ്നങ്ങളിലേക്ക് ഇടപെടുമ്പോഴും ഒക്കെ എങ്ങനെയായിരുന്നു നിങ്ങളത് സപ്പോർട്ടീവ് ആയിരുന്നോ? അതോ അവിടെ ഞാൻ ചോദിക്കട്ടെ, തുറന്ന് ചോദിക്കാം, എൻ്റെ മനസ്സിലൊരു കൊനിഷ്ഠ ചോദ്യമാണെന്ന് വിചാരിച്ചോളൂ, അവിടെ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ വരുമായിരുന്നോ നിങ്ങളുടെ ഉള്ളില്? സത്യം പറയണേ. ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ? സിമ്പിളായിട്ട് ഞാൻ തോറ്റു കൊടുക്കും, അത്ര ആരാ തോറ്റു കൊടുക്കുക? നന്നായി പോയി. ഡിസ്ട്രിക്ട്സിൽ അങ്ങനെ ഹസ്ബൻഡ് വൈഫ് ഇരുന്നതുകൊണ്ട് വ്യത്യാസം വരില്ല. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഈ കൊല്ലത്തിരുന്നുണ്ട്. അപ്പോ ആ സമയത്ത് കൊല്ലം സിറ്റിയിൽ എപ്പോഴും സ്ട്രെങ്ത് കൂടുതലും, കൊല്ലം റൂറലിൽ സ്ട്രെങ്ത് കുറവായി. അപ്പൊ കൊല്ലം സിറ്റിയില് ഞാനും കൊല്ലം റൂറലില് പുള്ളിക്കാരും അതിനകത്ത് തമാശ നടന്നു. അപ്പൊ കൊല്ലം റൂറലിൽ ഞാൻ എസ് പി ആയിട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കൊല്ലം സിറ്റിയിൽ നിന്ന് കുറച്ച് മാൻ പവർ ചോദിക്കാം. അപ്പൊ എന്റെ അടുത്ത് എന്റെ DYSP പറയാം, സാറേ കൊല്ലം സിറ്റി ഇന്നേ വരെ മാൻ പവർ റൂറലിന് കൊടുത്ത ചരിത്രമില്ല, ഹസ്ബൻഡ് വൈഫ് ഇരുന്നിട്ട് പോലും കിട്ടിയിട്ടില്ല. അല്ല, അത് ഞാൻ ശക്തമായി പ്രതിഷേധിക്കുന്നു. അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല, എടുത്തു. വിവരം അറിയും. പത്തനംതിട്ട ജില്ല ശബരിമല ഉണ്ട്. അപ്പൊ എനിക്ക് സപ്പോസ് ഇപ്പൊ ഈ അടുത്തൊരു വലിയ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു, എക്സ്ട്രാ മാൻ പവർ വേണമെങ്കിൽ ഞാൻ ആലപ്പുഴ കോട്ടയത്ത് നിന്നൊക്കെ എടുക്കും. സതീഷിന്റെ റേഞ്ചാണ്. അല്ല, അത് അതിനെക്കാട്ടിയും ഉപരിയായിട്ട് ഇപ്പൊ ഹരി പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. പോലീസ് ഒരു സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്ക് ആണ്, ഒരു സിസ്റ്റമാണ്. ഞങ്ങളുടെ വർക്ക് നിരീക്ഷിക്കാൻ ഒരു സ്പെസിഫിക് ഹൈറാർക്കി ഉണ്ട്, അതിലും സ്പെസിഫിക് പോയിന്റേഴ്സ് ഉണ്ട്. അപ്പോൾ വളരെ എന്താ പറയുക, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ്. അപ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത് പലപ്പോഴും പീപ്പിൾ വിൽ മേക്ക് ഡിഫറൻസ്. ഐ മീൻ പേഴ്സൺസ് ഒരു ഡിഫറൻസ് ഉണ്ടാക്കാം, പക്ഷേ
പേഴ്സൺസിനെ കാട്ടിയും കൂടുതൽ ഇവിടെ നമ്മുടെ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. സോ ആ രീതിയിൽ നോക്കാൻ നേരത്തെ ഇപ്പോൾ അജിത വന്നു, ഞാൻ വന്നു, ഒരു ഡിഫറൻസ്, ചെറിയ മൈന്യൂട്ട് ഡിഫറൻസസ് ഉണ്ടാക്കാം ഡെഫിനറ്റ്ലി, പക്ഷേ സിസ്റ്റം വർക്ക്സ്. അല്ല സ്റ്റിൽ പക്ഷെ ഞങ്ങൾ അവിടെ കഴിയുമ്പോൾ രാത്രി നിങ്ങൾക്ക് ഇതിനറിയാം വി ഹാവ് എ പ്രോപ്പർട്ടി ദർ, ഒരു ടൂറിസം ഇനിഷ്യേറ്റീവ് ആണുള്ളത്. അപ്പോൾ എനിക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പുതുക്കണം. അപ്പം ഞാൻ ഇങ്ങോട്ട് എനിക്ക് ഐ ഹാവ് ടു ഗോ ഫോർ എ മെഡിക്കൽ ചെക്കപ്പ് ഓൾസോ. ഈ ദിവസങ്ങളിൽ ഷൂട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നലെ ഞാൻ അതിൻ്റെ തലേദിവസമൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്, ഒന്ന് വരാമോ അപ്പോൾ ഒരാഴ്ചയായിട്ട് അവർക്ക് വരാൻ പറ്റുന്നില്ല എവറി ഡേ. അപ്പോൾ ഇന്നലെ പറഞ്ഞു മാം ഇവിടെ ഫയറിങ്ങിൻ്റെ ആൾക്കാരെല്ലാവരും പോയിരിക്കുക, ഇവിടെ വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞപ്പോൾ വേറെ സത്യം പറഞ്ഞാൽ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കും ടെൻഷനായി. കാരണം ടൈം കഴിഞ്ഞു, ഇനി ഗസ്റ്റിനെ നമ്മൾ എടുക്കണമെങ്കിൽ നമ്മളിതില്ലാതെ എടുക്കുന്നത് നമ്മളെപ്പോലെയുള്ളവർ ചെയ്യാൻ പാടില്ല. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിജക്റ്റഡ് ആയിട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ എന്നിട്ട് സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് ഈ CPOസിനെ ഞാൻ അവിടെ ഇരുന്ന് തന്നെത്താൻ എന്തൊരു കഷ്ടം, ഒരാഴ്ചയായി ഇവർക്ക് എന്താ വന്നാൽ എന്താ ഇവർക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് സ്റ്റേഷൻ ഓഫീസറാണോ ആരോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാഡം ഇങ്ങനെ അസൗകര്യം കൊണ്ടാണ്, ഇപ്പം ഞാൻ വരട്ടെ. അപ്പം ഞാൻ ഇന്നലെ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യണം, പെട്ടെന്ന് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇപ്പോൾ വരണ്ട സാർ, ഇപ്പോൾ വരണ്ട, കാരണം ഞാനിപ്പോൾ പോകാൻ പോവാം. അപ്പോൾ എന്തിനാ? ഞാൻ പറഞ്ഞു എനിക്ക് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്, അതുകൂടാതെ എനിക്ക് ഷൂട്ടും ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോഴാണ് ഞങ്ങൾക്ക് സമയം കിട്ടിയത്, പക്ഷേ ഒരു കാര്യം ചെയ്യും മാഡം പോയിക്കോളൂ, ഫോൺ വെച്ചിട്ടോ. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ, അറ്റ്ലീസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ അദ്ദേഹം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പോലീസ് ഓഫീസർ എന്നെ വിളിക്കുക, CPO ആണോ ആരാന്ന് എനിക്കറിയില്ല, അവിടെ തന്നെ വിളിക്കുക, PR ആണോ എന്നറിയില്ല, സൗജൽ എന്നാണ് പേര് പറഞ്ഞത്. ഇത് പ്രോഗ്രാം കാണുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും. അദ്ദേഹം തിരിച്ചു വിളിച്ചു, മാഡം മെഡിക്കൽ ചെക്കപ്പിന് പോകാന്ന് പറഞ്ഞു. ആക്ച്വലി വാട്ട് ഹാപ്പൻ മാഡം, ഈസ് ഇറ്റ് ഫോർ യു, നിങ്ങൾക്കാണോ നിങ്ങളുടെ ഹസ്ബൻഡിനാണോ? ഞാൻ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഞെട്ടിപ്പോയി. കാരണം ഐ നെവർ എക്സ്പെക്റ്റഡ് ദാറ്റ് ക്വസ്റ്റ്യൻ ഫ്രം എ പോലീസ്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യാനാണ് അദ്ദേഹം വരേണ്ടത്, പക്ഷെ അത് അദ്ദേഹം എന്തിനാ ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് അടുത്തിരുന്ന് എന്താ ചോദിച്ചത് അദ്ദേഹം, എനിക്കാണോ എൻ്റെ ഹസ്ബൻഡിനാണോ എന്താണ് മെഡിക്കൽ ഇഷ്യൂ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ധരിച്ചത്, പക്ഷെ അദ്ദേഹം ചോദിച്ചത് എന്താ. ഞാൻ ഉടനെ പറഞ്ഞു എനിക്ക് ഇന്ന പോലെ ഒരു ഇഷ്യൂ ഉണ്ട്, ഹസ്ബൻഡ് ഇന്ന പോലെ ഒരു ഇഷ്യൂ ഉണ്ട്, പക്ഷേ എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഐ വിൽ ബി കമ്മിങ് ബാക്ക് ഓൺലി ആഫ്റ്റർ 3-4 ഡേയ്സ് എന്ന് പറഞ്ഞു. ടേക്ക് യുവർ ടൈം, നിങ്ങൾ പോയിട്ട് തിരിച്ചു വരൂ, നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ഇത് നടത്തുന്ന ഒരാളാണ്, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, ഒന്നും കൊണ്ട് പേടിക്കേണ്ട, പോയിട്ട് തിരിച്ചു വരൂ, അത് കഴിഞ്ഞ് ഞങ്ങളെ ഒന്ന് വിളിച്ചാൽ ഞങ്ങൾ ആ സമയത്ത് വന്ന് ഇൻസ്പെക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് വളരെ വളരെ വലുതാണ്. ഇപ്പം സാറ് പറഞ്ഞ ആ കാര്യമാണ്, ആ ഒരൊറ്റ വാക്ക്. എന്തിനു ചോദിക്കണം? എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനോ അല്ലെങ്കിൽ എൻ്റെ ഒരു അങ്കിളോ അല്ലെങ്കിൽ എൻ്റെ ഒരു അനിയനോ എന്നോട് ചോദിച്ച പോലെയാണ് സുഖമാണോ, നിങ്ങൾക്ക് എന്ത് പറ്റിയെന്നാ ചോദിച്ചത്. So like this, actually, there are അത് ഇപ്പൊ thousands of police officers in our department. നമുക്ക് total strength around 60,000 ആണ്. There are many very good police officers who consider police department, the profession as a calling. Because ഇവിടെ ഡോക്ടറെ പോകുന്നത് പോലെ പോലീസിനടുത്ത് വരുമ്പോൾ പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരാണ് ഇങ്ങോട്ട് വരുന്നത്. അവർക്ക് ജെന്യൂൻ ആയിട്ട് ഇൻവോൾവ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിഹാരമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും എന്ന് വിശ്വസിച്ച് അത് ശ്രമിക്കുന്ന ഒത്തിരി അധികം ഓഫീസേഴ്സ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ വിഷയങ്ങൾ, അപ്പൊ അത് പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടല്ലേ, നല്ല ആളുകൾ ഉള്ളത് പോലെ തന്നെ എല്ലാ ഇറസ്പെക്ടീവ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്, പ്രൈവറ്റ് ആവട്ടെ, എല്ലാ സ്ഥലങ്ങളിലും. പേഴ്സണലി മാത്രമല്ല, സിസ്റ്റം വൈസ് ഓൾസോ ഞങ്ങളുടെ സിസ്റ്റം കണ്ടിന്യൂസ്ലി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടു സെർവ് പീപ്പിൾ ഇൻ എ ബെറ്റർ വേ. പണ്ട് ചെയ്യുന്നില്ല എന്നല്ല, ടു സെർവ് പീപ്പിൾ ഇൻ എ ബെറ്റർ വേ ഈച്ച് ആൻഡ് എവറി ഡേ. അപ്പൊ ആ ഒരു അദ്ദേഹം ഇപ്പോ അദ്ദേഹം 35 ഇയേഴ്സ് ആയി യൂണിഫോം ഒരു ഫോഴ്സ് വളരെ പ്രൈഡായിട്ട് കാണുന്നതാണ്. അദ്ദേഹത്തിന്റെ ലൈഫിൽ അല്ലെങ്കിൽ കരിയറിൽ തന്നെ അദ്ദേഹം കാണാൻ പറ്റും. 16 years 17 years ആയി. ഞാൻ ആക്ച്വലി ആ പോയിന്റ് ഫുൾ ആയിട്ട് പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് 1-2 നെഗറ്റീവ് ഇൻസിഡൻസ് ആവുമ്പോ നെഗറ്റീവ് ഇൻസിഡൻസ് ആവുമ്പോ അത് വെച്ചിട്ടാണ് നമ്മളുടെ ഉള്ളില് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുക. ആ നെഗറ്റീവ് ഇൻസിഡൻസ് ഹൈലൈറ്റ് ചെയ്ത് എല്ലാവരും ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാകും. നമ്മൾ അറിയാതെ തന്നെ നമ്മളിനകത്ത് ഒരു ബയസ് വരും. ഓക്കെ, സോ ദാറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ആസ് ഹി സെഡ്, ആ ട്രസ്റ്റ് വരണമെങ്കിൽ, ആ ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇറ്റ്സ് മോസ്റ്റ്ലി ഇൻസിഡൻസ് ലൈക്ക് ദിസ്. ബട്ട് there are hundreds and thousands of police officers who are doing their job day in and out without even balancing their families. ഒരു ഗോള് ഒരു പോസ്റ്റിലേക്ക് ഒന്ന് എറിഞ്ഞതാണ് കേട്ടോ മാഡം, മനസ്സിലായോ?
എന്നെ പറ്റി അല്ല പറഞ്ഞതെന്ന്. ഇതില് എന്താ പറയാ, നിങ്ങളെല്ലാവരും, ഞാൻ സത്യം പറഞ്ഞാല് നിങ്ങളുടെ വരുമ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ഇന്ന് യൂണിഫോമിലായിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുക്കൂൺ കോൺഫറൻസിന് വന്നപ്പോൾ ഞാൻ വന്നിട്ടാണ് വരിക എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു ആയിരിക്കുമോ എന്നിങ്ങനെ കരുതി. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു എന്താ പറയുക, അല്ലാതെ സാധാരണ മനുഷ്യരെ പോലെ ഈ വേഷത്തിൽ ഇവിടെ വന്നിരുന്ന് സാധാരണക്കാരായ മലയാളികളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ മലയാളികളോട് ജെല്ല് ചെയ്യാനായിട്ട്, സൊസൈറ്റിയായിട്ട് ജെല്ല് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നതെന്ന് തോന്നുന്നു. നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ, ഞാൻ അത് ചോദിച്ചില്ല, അജിത മാം ഈ പോലീസിലേക്ക് വന്നത് ഇഷ്ടപ്പെട്ട് വന്നു, ഈ ഗാന്ധിയൻ സ്റ്റഡീസും പൊളിറ്റിക്കൽ സയൻസും പൊളിറ്റിക്കൽ സയൻസ് ഞാൻ ആക്ച്വലി IPS കിട്ടിയ സ്റ്റേഷൻ, ഞാൻ വെറും BCom കഴിഞ്ഞിട്ട് ഐ ഗോട്ട് ഇൻ ടു ദി സർവീസ്. ആക്ച്വലി ഒരു കല്യാണ ആലോചന വന്നു BCom കഴിഞ്ഞിട്ട്. അപ്പൊ അച്ഛൻ ഇതെല്ലാം ശരിയാക്കി വെച്ചു. അപ്പൊ ഞാൻ ആ കല്യാണം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സിവിൽ സർവീസ് പ്രിപ്പറേഷൻ തുടങ്ങി. അത് കഴിഞ്ഞ ആളെ കണ്ടുപിടിച്ചു സ്വന്തമായിട്ട്. അയ്യോ, ഞാൻ പറയാൻ വിട്ടുപോയി. അത് എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി സിവിൽ സർവീസ് പഠിച്ചു. അങ്ങനെയാണ് വന്നത്. ഇവരെല്ലാവരുടെയും പോലെ ഒരു പോയി അവിടെ വെച്ച് സതീഷ് സാറിനെ കാണുന്നു, നാഷണൽ പോലീസ് അക്കാദമി. അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രത്യേകതയല്ലേ സാർ? ഇവര് ഒരാള് മാർത്താണ്ഡം അല്ലേ സാറിന്റെ നാട്? കേരളത്തിന്റെ തെക്കേറ്റ ഒരു ബോർഡർ ആണ്. ഇവിടെ ഈ ഭാഗത്ത് പാലക്കാട് കഴിഞ്ഞ് കോയമ്പത്തൂരാണ്. ഇതൊരു റീസൺ ആണോ? രണ്ട് കേരളത്തിനോട് അടുത്ത് നിൽക്കുന്ന രണ്ട് കൾച്ചർ. അത് ഓഫ് കോഴ്സ് ആണ് രണ്ടുപേരും. അല്ല, യോ മദർ ടങ് ഇസ് തമിഴ് അല്ലേ? എന്റെ മദർ ടങ് തമിഴാണ്. പക്ഷെ ഞാൻ വളർന്നത് കൊച്ചിയിലാണ്. ഞാൻ പഠിച്ചത് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അപ്പൊ എന്റെ തമിഴ് മോശമാ. എന്റെ മലയാളം തമിഴിനെക്കാട്ടും നല്ലതാ. ഒരിക്കലും പറയില്ല കേട്ടോ. ഞാൻ ഒരു ദിവസം അറിയാതെ, ഞാൻ ജോയിൻ ചെയ്ത ഉടനെ അറിയാതെ ടോവിനോനെ പരിചയപ്പെടുത്തി കൊടുത്തു. നീ എനിക്ക് ടോവിനോനെ പരിചയപ്പെടുത്തുന്നു, ഞാൻ മലയാളിയാണ്. അദ്ദേഹം എന്റെ അടുത്ത് പറയാണ്, എന്തോ പ്രോഗ്രാം. അപ്പൊ പുള്ളി പറയാണ്, ടൊവിനോ തോമസ് വെരി ഫേമസ് ആക്ടർ, അദ്ദേഹത്തിന്റെ പ്രോഗ്രാം. ഞാനാണെങ്കിൽ ഞാൻ 6 വർഷം കഴിഞ്ഞിട്ടാണ് പോലീസിൽ തിരിച്ച് കേരള വരുന്നത്. അപ്പൊ ഞാൻ ആണോ അത്രയ്ക്ക് മലയാളി, അടിപൊളി മലയാളി അല്ലേ? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുവാണ്. പക്ഷെ അദ്ദേഹത്തിന് സ്റ്റാർട്ടിങ് കുറച്ച് സമയം എടുത്തു. അദ്ദേഹം അത് മാത്രമല്ല, വള്ളം കളി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതിനെന്ത് പറ്റി അറിയോ? അദ്ദേഹം എന്റെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കും. കൊറേ കഴിയുമ്പോഴാണ് ഇദ്ദേഹം മലയാളിയാന്ന്. അല്ല, ഞാനും വിട്ടില്ല, ഞാനും ഇംഗ്ലീഷ്. അങ്ങനെ ഒരു ഇമേജ് കിടക്കട്ടെ എന്ന് വിചാരിച്ചു, കുറച്ച് സമയമെങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ സതീഷ് ബിനു എന്ന് പറയുമ്പോ ഒരു മലയാളി ടച്ച് ഉണ്ട് സാറിന്റെ പേരില് ഇല്ലേ? തമിഴാണെന്ന് പൊളിറ്റിക്കൽ സയൻസ് ആണ് നമ്മൾ, അതൊന്നും പറഞ്ഞു പോകണ്ട ഇനിയിപ്പോ. എനിക്കറിയില്ലായിരുന്നു സാറ് എഞ്ചിനീയർ ആണ് എന്നുള്ളത്. അത് ശരി, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ സത്യം പക്ഷേ ഇപ്പൊ ഹരി നേരത്തെ പറഞ്ഞതുപോലെ ഹി വാണ്ടഡ് ടു ബി എൻ എഞ്ചിനീയർ, ട്രാക്ക് മാറി ഇങ്ങോട്ട് വന്നതാണ്. അതെ, ഞാനപ്പോ എഞ്ചിനീയറും വേണമെന്നൊന്നും പോയതല്ല. നിങ്ങളുടെയൊക്കെ ഉള്ളിൽ എന്തോ എവിടെയോ ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടും തോന്നുന്നു. ആ സ്പാർക്ക് IPS തന്നെയാണോ, ഈ പോലീസ് സർവീസ്? ഞാൻ ചോദിക്കട്ടെ, ഇതില് നിങ്ങളെല്ലാരും, സാറിനെ ഞാൻ ചോദിക്കില്ല, നിങ്ങൾ 3 പേരും ഈ പോലീസ് സർവീസ് തന്നെയാണോ ഓപ്റ്റ് ചെയ്തത് ആദ്യം? ഫസ്റ്റ് ഓപ്ഷൻ IAS ആയിരുന്നു എനിക്ക്, രണ്ടാമതാണ് IPS. വീണ്ടും ഞാൻ എക്സാം എഴുതി, വീണ്ടും എനിക്ക് IPS തന്നെ കിട്ടി. So now I just love this profession. I love wearing uniform. If I get an opportunity to be born again, I would like to be born as Ajita Begum IPS. Oh, that's great. How about you, sir? And the wife of Satish Bino. Yes, of course. രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് കപ്പിൾ ആട്ടോ, ഒരു സംശയമില്ല. സാറ് പക്ഷെ കുറച്ച് സട്ടിലാണെങ്കിലും ഷീ ഈസ് വെരി ഓപ്പൺ, കുറച്ചും കൂടെ, അത്രേ വ്യത്യാസമുള്ളൂ. Can I ask the same question to him? You ask. In front of Malayalis, you ask. ഞാൻ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഇതൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണോ? No, മാഡം ചോദിക്കൂ. അല്ല, എനിക്ക് ഭയങ്കര ദുഃഖമായി പോയി. ഇതൊക്കെ മനസ്സിലിങ്ങനെ ഒരു ചോദ്യം വരിക തന്നെ. ഷോയില് വരേണ്ടി വന്നു ഈ സത്യങ്ങളൊക്കെ പുറത്തു വരാൻ. എനിക്ക് തോന്നുന്നു, പക്ഷേ ആ സീരിയസ് ക്വസ്റ്റ്യൻ പോലീസ് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വളരെ കുറച്ച് ആൾക്കാരെ വെക്കാം. ഹരി ഓൾസോ മേ ബി അറിയത്തില്ല. First option was not IPS. First option was administration. പക്ഷേ you started loving this
once you got into this? ഞാൻ അങ്ങനെ ഒരു പർട്ടിക്കുലർ സാധനത്തിൽ ഫുൾ ടൈം പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന മാഡത്തിനെ പോലെ ഒരാളല്ല. എനിക്ക് അക്കാഡമിക്സ് താല്പര്യമായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് സിവിൽ സർവീസിൽ താല്പര്യം വന്നു, ഇതിലേക്ക് വന്നു. ഇനി 60 വയസ്സ് വരെ ഇതിൽ തന്നെ ആയിരിക്കും താല്പര്യം എന്ന് ഉറപ്പ് പറയാനൊന്നും കഴിയില്ല. ഒന്നും പറയാൻ ഒന്നും പറ്റില്ല, പറയാൻ കഴിയില്ല. എന്ത് കാരണം വേണേലും സംഭവിക്കാം. അതുപോലെ സംഭവിക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഒരു പാഷന്റെ അടിസ്ഥാനത്തിൽ ആ സമയത്തെ പാഷന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പൊ എനിക്ക് പോലീസിംഗിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടമാണ്, ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഫ്യൂച്ചറിൽ അതിനോട് താല്പര്യം കുറഞ്ഞാൽ കുറയാതിരിക്കട്ടെ, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഓഫീസർ കുറയാതിരിക്കട്ടെ. പക്ഷെ അതിന്റെ കൂടെ പാരലായിട്ട് നമുക്ക് ചരിത്രാന്വേഷണം കൂടി നടത്താം സർ. So he already hinted. Achan politician ആണ്. So ഓ, social ഓ, activist. അല്ലല്ല. You can't really say, you know. അല്ല, അമ്മ ടീച്ചറായിരുന്നു. ടീച്ചറായിരുന്നു. ഡിഫറെന്റ് സയന്റിസ്റ്റ്. സോറി, Scientist, ISR ഉള്ള scientist. അപ്പോ ബേസിക്കലി ഐ ഗോ ബൈ ലിമിറ്റഡ് പാഷൻ. ആ സമയത്ത് എന്താണോ എനിക്ക് ഇഷ്ടം അത് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്തോട് ഫുള്ളി കമ്മിറ്റ്മെന്റ് ആയിട്ട് വരാനും മൈൻഡ്ഫുൾ ആണെന്ന് അർത്ഥം. മൈൻഡ്ഫുൾ ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. വാട്ട് എവർ വി ഡു നമ്മളത് ഹാപ്പി ആയി ചെയ്തുകൊണ്ടിരുന്നാൽ അതിനകത്ത് റിസൾട്ട് വരും. അതുകൊണ്ട് നാട്ടുകാർക്ക് പ്രയോജനമാണ്. അപ്പോൾ ലെറ്റ് മോർ ഐഡിയാസ് കം ഇൻ ടു യു, മോർ കോൺസെപ്റ്റ്സ് കം ടു യു, മോർ സബ്ജക്ട്സ് ഡിസിപ്ലിൻസ് കം ടു യു. ഇതെല്ലാം ചെയ്യാൻ പറ്റട്ടെ. അതിൽ എന്താ പറയുക, ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ കാര്യം നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. സാറ് റിട്ടയർ ചെയ്യുകയാണെന്ന് പറഞ്ഞു. സാറിന് എല്ലാ ആശംസകളും. ഒപ്പം നിന്ന് നിങ്ങളുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാനും സഹകരിക്കാനുമുള്ള അവസരമാവട്ടെ ഈ ഒരു പ്രോഗ്രാം. ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. Thank you.